5 6 7. എനിക്ക് ചെറുപ്പം തൊട്ടേ കിട്ടാത്ത സംഭവമാണ് ഉറക്കം. പഠിച്ചാൽ ഫുള്ള് സാക്രിഫൈസ് ചെയ്താണ്. ഇനി മര്യാദ കിട്ടണം. പക്ഷെ നമുക്കറിയാം, നമുക്കുള്ള സെൽഫ് ബിലീഫ് ഉണ്ട്, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ട്രാക്ക് വിട്ടാൽ നമ്മൾ കണ്ടത് നാളെ തുടങ്ങി നാളെ ചെയ്യാൻ പറ്റുന്നില്ല. 20s ഇടുക, 30s എൻജോയ് ചെയ്യാം. രണ്ടെണ്ണം ബുക്ക് ചെയ്ത് ഞാൻ മറ്റേ പാസ്സായിട്ടോ, 2 പാസ്സായി. ഇതും കൂടി 2 ഒരുമിച്ച് 2 എടുത്തേക്കണേ. ഇനി എന്താ പറയാ, ഇത് കഴിഞ്ഞ പിന്നെ പോകുമ്പോ പേപ്പറായി. ഇനി 2 ഇപ്പോൾ 2 കൂടി ചെയ്ത പിന്നെ 11 പിന്നെ 2 പേപ്പറല്ല, ഞാൻ 1 എടുക്കുള്ളൂ. ഇത് ഇതിമക്ക് ഫോക്കസ് എടുത്തിട്ട് അത് ഓൺലൈൻ ആക്കും. ഞാൻ ആലോചിക്കണ കണ്ടന്റ് ഇതൊക്കെ മാറ്റിയാലോ എന്നുള്ള. എൻ്റെ ഇതേ അവസ്ഥ, ഐ മീൻ കമന്റും ഇതൊക്കെ കമന്റ് ബോക്സ് ഇല്ലല്ലോ, കുറെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവും അല്ലേ. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫുള്ള് മോട്ടിവേഷൻ ആണ്, അതെല്ലാം നാക്ക് കമന്റ് ഉണ്ടാവും. ഇത് നമ്മൾ സാധാരണ ഒരു റോ ആയിട്ട് പറയല്ലേ, ഭാഷ കുറ്റം പറയണല്ലോ. ചിലവർക്ക് ഇത് ചിലപ്പോ പറയണേ കൺസെപ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. ചിലവരുടെ എല്ലാ വീഡിയോയിലും കമന്റ് ഇടും, ഒക്കെ നെഗറ്റീവ് ഒക്കെ കാണുന്നുണ്ടാവും. അതാണ് നമ്മക്ക് മതി ഒരു കാണുന്നുണ്ടല്ലോ, അൽഗോരിതം ബൂസ്റ്റ് ആവും. യൂട്യൂബ് ഞാൻ ജസ്റ്റ് ചാനലൊക്കെ ആക്കി വെച്ചിരുന്നു, പക്ഷെ എനിക്ക് എന്താന്നൊരു ഐഡിയ ഇല്ല അവിടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളൂ. തുടങ്ങിയാൽ തന്നെ കിട്ടുള്ളൂ. തുടങ്ങാനും ഇപ്പം ഈ തുടങ്ങണോ എനിക്കൊരു കറക്റ്റ് ഇത്ര പ്ലാൻ കണ്ടന്റ് എത്തിച്ചില്ലേ, ഐ മീൻ കണ്ടന്റ്സ് പ്ലാൻ ചെയ്തിച്ചില്ലേനോ, അതായത് ഇത്ര വീഡിയോസ് എങ്കിലും ഇടണം എന്നുള്ളൊരു പ്ലാൻ ഇല്ലേനോ. ഞാൻ അങ്ങനെ വിചാരിച്ചത് അതൊരു 50-50 പ്ലാനാണ്. അതായത് കണ്ടന്റിന്റെ ആയിട്ടല്ല, അതായത് ഒരു 10 വീഡിയോ ആവാതെ യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടരുത് എന്നുള്ളത് ഫസ്റ്റ് വീഡിയോ. അതാകുമ്പോൾ നമുക്ക് കൺസിസ്റ്റൻസിയിൽ ഇടാം. 10 ആയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റാ 10 ദിവസം ഇടാനുള്ള വീഡിയോ ഉണ്ടാവും. പിന്നെ ഒറ്റൊന്ന് ഞാൻ ഉണ്ടാക്കി. ഇപ്പൊ ഞാൻ ഇന്നിപ്പോ നമ്മളെ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇട്ടു. ഇപ്പൊ ഇന്നുമ്പോ നിന്നു. അതിലൊക്കെ ഞാൻ ഒരു 10 പ്ലാൻ ചെയ്തിട്ട് ആ 10 എടുത്ത് സെറ്റ് ആക്കിയിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ കട മുന്നിക്കൊരു ഫ്ലോ ഉണ്ടാവും. 10 ബേസ്ലെസ് ആയിട്ട് കണ്ടന്റ്സ് പുഷ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ല സുഖം. ഒരു മറ്റേ ആനുവൽ ഡേറ്റ് തുടങ്ങിയോ? സെറ്റപ്പ് ആണല്ലേ, മീറ്റ് മാത്രല്ലേ. 10 മുട്ട ഇത് ട്രാക്ക് ചെയ്യണല്ലോ, ഐ മീൻ കാലറി അല്ല, പ്രോട്ടീൻ ഞാൻ നോക്കിയിട്ട് 100 ഇതോ കാപ്സ് അങ്ങനത്തെ മാത്രം ഡീറ്റെയിൽ ആയിട്ട് നോക്കലുണ്ടോ? ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ചയായിട്ട് കറക്റ്റ് ഡയറ്റില്ല. അല്ല, അവിടുന്ന് ഫുഡിന്റെ എക്സ്പെൻസ് ഒക്കെ നല്ല ഉണ്ടാവുമല്ലോ. ഫുഡിന്റെ ചെലവ് സീന. ഞാൻ ഇപ്പൊ നല്ല കുറച്ചു പറഞ്ഞാൽ ഇപ്പൊ എന്താ ചെയ്യല് വെച്ചാല്, ഞാൻ മുട്ട ട്രേ വാങ്ങിയേക്കും. നമുക്ക് കാര്യമായിട്ട് പ്രോട്ടീനാണ് കയറണ്ടേ. ട്രേ വാങ്ങിയേക്കും. എന്നിട്ട് രാവിലെ ഒരു 4 എനിക്ക് പിന്നെ പുഴുങ്ങിലേറെ ഇഷ്ടം മറ്റേ സ്ക്രാമ്പിൾ ചെയ്ത് കഴിക്കാനാ. പക്ഷെ കറക്റ്റ് ന്യൂട്രിയൻസ് ഇട്ടാണെങ്കിൽ ബോയിൽ ചെയ്ത് കഴിക്കണ്ടേ, അങ്ങനെ ഉണ്ടോ? പച്ച കഴിച്ചാല് കുറച്ചേ അബ്സോർബ് ആവുള്ളൂ. അപ്പൊ ഞാൻ ഇതേല സ്ക്രാമ്പിൾ ചെയ്യും. ബ്രെഡും അതും പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കട്ട് ചെയ്യും, പിന്നെ അങ്ങനെ കഴിക്കല. ചില ദിവസം ഞാൻ രാവിലെ മറ്റേ പീനട്ട് ബട്ടർ ഒന്നും വാങ്ങിക്കും. ബ്രെഡും പീനട്ട് ബട്ടർ ആക്കി നട്ട്സ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കും. യോഗോട്ടും ഉണ്ടാവും. ഇതൊക്കെയാണ്. പിന്നെ ഉച്ചക്ക് ചോറും നമ്മൾ സാധാ പോലെ രാവിലെ വെള്ളം അറിയിച്ചാൽ അറിയും. കാരണം 2 സ്ലൈസ് ഐ മീൻ 4 സ്ലൈസ് ബ്രെഡ് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ കഴിച്ചാൽ വെള്ളം അറിയും. പിന്നെ രാത്രി എന്താ എഗ് കഴിച്ചാൽ തന്നെ നമുക്ക് ഫില്ലാവുമല്ലോ പെട്ടെന്ന്. ഞാൻ പിന്നെ രാത്രി ജിമ്മൊക്കെ കഴിഞ്ഞ് നിന്നിട്ട് ഒക്കെ സെറ്റാക്കി വെക്കും. അതായത് ഞാൻ എന്താ വെച്ചാൽ ഒരു 4-5 മുട്ട എടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഇത് ചെയ്യും, ഫുൾ മിക്സ് ചെയ്ത് വെക്കും. ഉപ്പ് കുറച്ച് കുരുമുളക് കുറച്ച് ഇട്ടിട്ട് എന്നിട്ട് അതിന് കുഴിന്നൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബട്ടറിലിട്ടിട്ട് സ്ക്രാമ്പിൾ ചെയ്യും. പിന്നെ എനിക്ക് ബ്രെഡും അങ്ങനെ രാവിലെ ഉച്ചക്കൊക്കെ ആ രീതി തന്നെ. കാര്യമായിട്ട് പ്രോട്ടീൻ കയറണം. എത്ര മുട്ട ഉണ്ട്? ഒരു 10 മുട്ട 10 കഴിച്ചാൽ പ്രശ്നമൊന്നുമില്ല തോന്നുന്നു. ഒരു സീനൊന്നുമില്ലല്ലോ. ടെസ്റ്റോസ്റ്ററോൺ കൂടും. ടെസ്റ്റോസ്റ്ററോൺ കൂടണ്ടേ? 10 കഴിച്ചാൽ തന്നെ ഇപ്പോ 60ന്റെ അടുത്ത് കഴിഞ്ഞാലും കിട്ടും. 60 പ്യൂർ ആയിട്ട് കിട്ടും എന്നുള്ള അറിയില്ല. നമ്മള് പോവും. എന്റെ രീതി ചെയ്യല്ലേ? അങ്ങനെ ചെയ്യാ. എന്റെ രീതിയിലോ കൊറേ വർക്കൗട്ട് ഉണ്ട് അവൻ്റെ ഒപ്പം ചെയ്യുമ്പോൾ. 2 മണിക്കൂറൊക്കെ എടുക്കും. 2 മണിക്കൂറോ? പ്രശ്നമൊന്നുമില്ല. 4:30 പോയാൽ 6:30 എത്തുള്ളൂ. നിങ്ങൾ 2 ആള് ചെയ്യല്? 2 ആളായിട്ടാവും എടുക്കണേ. ഈ ഒരു ദിവസം കറക്റ്റ് ഒറ്റ പോയി കളിച്ചോണ്ടൊക്കെ 50 മിനിറ്റ് എടുക്കുള്ളൂ, മേലൊക്കെ എടുക്കൂല. അതിന്റെ റൂട്ടീൻ ഇപ്പൊ എങ്ങനെ? വെച്ചാല് രാവിലെ വീഡിയോ എടുക്കും. രാവിലെ പോട്ടല്ല, രാവിലെ സുബൈക്ക് എണീറ്റിട്ട് സുബൈസ്കിച്ച് വീഡിയോ എടുക്കും. പിന്നെ അടുത്ത
എഡിറ്റിങ് ചെയ്യുമ്പോൾ 1 മണിക്കൂർ എടുക്കും. 1 മണിക്കൂർ സ്ക്രിപ്റ്റ് ആ അടുത്ത ദിവസത്തേക്കുള്ള പിറ്റേ ദിവസം വീഡിയോ, അതായത് നാളേക്കുള്ള വീഡിയോ ഇന്ന് സ്ക്രിപ്റ്റ് ചെയ്യല് അങ്ങനെ അതൊക്കെ പാടെ കഴിയുമ്പോൾ തന്നെ ഏകദേശം 4-5 മണിക്കൂറാവും. പിന്നെ പഠിക്കാണ്ടാവും. പഠിക്കാറുണ്ട് നമ്മൾ ഈ പോഡ്കാസ്റ്റ് പോയിന്റ് ആളൊക്കെ ഉണ്ടാക്കിയൊക്കെ. പിന്നെ ജിമ്മിൽ പോവും, വരും വൈകുന്നേരം 4:30 പോയിട്ട് 6:30 കഴിയല് അല്ലേ. അങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഉറങ്ങാം. രാത്രി എത്ര മണി ഉറങ്ങല്? 9:30 എൻ്റെ ഉള്ളില്. എന്നിട്ട് 5 മണിക്ക് എണീക്കല്? അങ്ങനെ ഇടക്ക് മാറും. 5, 6 എങ്ങനെ 8 കിട്ടില്ലേ? മാക്സിമം നോക്കലുണ്ട്. അല്ല എനിക്ക് ചെറുപ്പം തൊട്ടേ കിട്ടാത്ത സംഭവമാണ് ഉറക്കം. പഠിച്ച ഫുള്ള് സാക്രിഫൈസ് ചെയ്താണ്. ഇനി മര്യാദ കിട്ടണം. അല്ല ഉറക്കം ഇത് ചെയ്യാൻ പാടില്ല. എന്റെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് 8 മണിക്കൂർ കിട്ടണം. ചിലപ്പോ ഉറങ്ങണ സമയമൊന്നും കറക്റ്റ് ഇല്ലേ, കാരണം ആ ഒരു സൈക്കിൾ റെഡിയാക്കാണ് എന്റെ. ഞാൻ ചിലപ്പോ ഉറങ്ങണ 2 മണിയാവും രാത്രി, പക്ഷെ എന്നാലും 10 മണിക്ക് എണീക്കൂല. ചിലപ്പോ 3 മണിക്ക് ഉറങ്ങാം, അങ്ങനെ 11 മണിക്ക് എണീക്കുള്ളൂ. ഈ നമ്മൾ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ചാമ്പ്യൻസ് ലീഗ് കളിയൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ കഴിയുമ്പോൾ 4-4:30 ആവും. എങ്ങനെയായാലും കളിയൊക്കെ അതിന് വർത്താനം പറഞ്ഞ് ഇങ്ങനെ 4:30 ആവും. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യും, സുബൈക്ക് വെയിറ്റ് ചെയ്യും. 4:45 വാങ്ങി കൊടുക്കൂലേ, അതിന് വെയിറ്റ് ചെയ്യും. അപ്പോ നിസ്കാരം കഴിഞ്ഞ 5:30 ആവും കിടക്കാന്. 5:30 എന്നിട്ട് ഉച്ചക്ക് എണീക്കുള്ളൂ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് പോകും. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഈ ചാമ്പ്യൻസ് ലീഗ് കാണാക്കാനും പറ്റൂല, അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. എന്റെ അങ്ങനല്ല, ചങ്ങന്മാരൊക്കെ ഉണ്ടാവുമ്പോ രസമാണ്. അതാണ് ഒറ്റക്ക്. ഇന്റത് അങ്ങനെ എപ്പോഴും നേരെ വെക്കാം. എന്താ ചെങ്ങന്മാരെ കൂടെ നേരെ വെക്കലുള്ളൂ, ഇന്ന ഒറ്റയ്ക്ക് നേരെ വെക്കില്ല. ആ പാർട്ടി റെഡിയാക്കാൻ യൂട്യൂബില് വരുന്ന മെയിൻ ക്വസ്റ്റ്യൻ അതാണ്, എങ്ങനെ സർക്കിൾ റെഡിയാക്കുക, ആൾക്കാരെ കണ്ടുപിടിച്ചാന്നൊക്കെ. ആൾക്കാർ കണ്ടുപിടിക്കലല്ല നമ്മൾ ശരിക്കും, നമ്മളാക്കി എടുത്താൽ നമുക്ക് ഇങ്ങോട്ട് അട്രാക്ട് ആവും ആൾക്കാര്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പിക്ക് ചെയ്യാം സർക്കിളിനെ. അതായത് ഏതൊരാളെയും നമുക്ക് ആദ്യത്തെ 2 ദിവസം മനസ്സിലാവുന്നില്ല, കുറച്ച് നമ്മളിപ്പോ നടന്നതിനാലേ മനസ്സിലാവുള്ളൂ ആളെങ്ങനെയാണത്. എന്റെ റൂട്ടീൻ കുറച്ച് ചെയ്യണം. മീൻസ് തന്നെ ഉള്ളു, പഠിക്കൽ മാത്രമേ ഉള്ളൂ. ആണ് പ്രശ്നം. ഇത് നമുക്ക് നോക്കാൻ സമയമില്ല. അതല്ല ഒക്കെ കൂടെ, അതാണ് പിന്നെ മൈൻഡ് എടുക്കാത്തത്. ഇതൊന്നും കൂടെ സെറ്റാക്കി അതിന് 2 നോക്കാന്നാല് മൾട്ടി ടാസ്ക് ചെയ്താൽ ഇപ്പൊ 2 ഇല്ലാതാവും. അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ നിൽക്കും, എന്നാ പിന്നെ അതും റെഡി ആവൂല. നമ്മൾ പഠിക്കാൻ അതാണ്. ഇപ്പൊ ഞാൻ ഇന്ന് വീഡിയോ ഒക്കെ എടുത്തു, നാളെ എഡിറ്റ് ചെയ്യാൻ വിചാരിക്കും, നാളെ പഠിക്കാനിരിക്കും ഫസ്റ്റ്. പിന്നെ മൈൻഡിലുണ്ടാവും വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടല്ലോ. അപ്പൊ പിന്നെ ഇങ്ങനെ മൈൻഡിലുണ്ടാവും, ചിലപ്പോ ഇടയിൽ ഡിസ്ട്രാക്ട് ആവും. അങ്ങനെ മൈൻഡ് ഡിസ്ട്രാക്ട് ആവും. ഈ ഇങ്ങോട്ട് ആംസിറ്റിക്ക് ഫസ്റ്റ് ആയിട്ടാ അല്ല, ഞങ്ങൾ ഒരു വട്ടം വന്നേനു ചെറുക്കന്മാരൊപ്പം. 250 അന്ന് 250 വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാര്യമായിട്ട്. ഓലൊരു ഇതിനിങ്ങനെ വന്ന കാണാൻ വേണ്ടി പൂതിയോണ്ടല്ലേ. അല്ല അവിടുന്ന് അതിന്റെ ഉള്ളിൽ ഭയങ്കര റേറ്റ് അല്ലേ ഫുഡിന്? ഫുഡിന് മറ്റേ പ്രോട്ടീൻ ഷേക്ക് ഒക്കെ 120. അതിന്റെ കാര്യമായിട്ടൊന്നും ഇല്ല. കാര്യമായിട്ടില്ലേ, നമുക്ക് അടിക്കണോണ്ട് അറിയാം. തിക്കൊന്നുമില്ല, തിക്കില്ല. തിക്ക് വേണം, എന്നാലും നമുക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ നമുക്ക് ഉണ്ടാവുള്ളൂ. പ്രോട്ടീൻ ആണ് കട്ടിയുള്ള സാധനല്ലേ. ഇത് പ്രോട്ടീൻ എടുക്കല്ലേ ഇപ്പൊ 60 മുട്ട വന്നു, ബാക്കി ചിക്കനും ബീഫോ. ചിക്കനും ബീഫ് മീനുണ്ടാവും ഉച്ചക്ക്, പിന്നെ രാത്രി ഉണ്ടാവും കറി കൊണ്ടുവരണം. നമ്മളെ ഭാഗമായിട്ട് 10 മുട്ട. ഞാനിപ്പോ മുട്ട ഇല്ല, പക്ഷെ പ്രോട്ടീൻ ഇല്ല. അതാ മുട്ട എങ്ങനെ കഴിക്കണം? പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മുട്ട അത്ര കഴിക്കൂല. പ്രോട്ടീൻ കൂടി ആഡ് ചെയ്യണം. പ്രോട്ടീന്റെ മെയിൻ പറഞ്ഞാൽ നമുക്ക് ടൈം സേവ് ചെയ്യാം. നമുക്ക് ആ മുട്ട ഉണ്ടാക്കാനുള്ള സമയം അങ്ങനെയും. പിന്നെ പെട്ടെന്ന് നമുക്ക് തന്നെ കഴിക്കാം. ഇവിടുന്നാണെങ്കിലും ഇവിടുത്തെ നമുക്ക് പുറത്താണെങ്കിലും കഴിക്കാം. ശരിക്കും ട്രാവൽ ചെയ്യാൻ നമുക്ക് മസ്റ്റാ. അപ്പൊ അതിന്റെ ഉപകാരം മനസ്സിലാവും. ഞങ്ങൾ ഇപ്പോഴത്തെ ടൂർ പോയില്ലേ അപ്പൊ അവിടുന്ന് ഞങ്ങള് മുട്ട കൊണ്ടേക്കാനായിട്ട്. അതാണ്, അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് കറക്റ്റ് ഷെയ്ക്കിന്റെ ഇത് മനസ്സിലാവാ. 1 ലോന് വാങ്ങല് ഏത്? ഞാൻ 1 ലോൺ തന്നെ വാങ്ങല്. 1 മാസം ഉണ്ടാവും. 1 മാസം കറക്റ്റ് ഉണ്ടാവുന്നില്ല. കറക്റ്റ് യൂസ് ചെയ്യാൻ 1 മാസം ഉണ്ടാവില്ല. ചില ദിവസം ഫുഡ് കറക്റ്റ് കിട്ടിയില്ല, ഒന്നുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം 2 നേരം എടുക്കും. ഒരു സ്കൂപ്പിന്ന് 25 ഗ്രാം. ഇല്ല, ഇത് മസിൽ ടെക്കിൽ 30 ഗ്രാം ഉണ്ട് ഒരു സ്കൂപ്പില്. പക്ഷെ അതാണ് കുറച്ച് വലിയ സ്കൂപ്പാണ്. മസിൽ ടെക്ക് നമ്പർ ഞാൻ തന്നെ അത് യൂസ് ചെയ്യല്, നല്ല റിസൾട്ടും ഉണ്ട്. പിന്നെ അവതാർ യൂസ് ചെയ്തില്ല ലാസ്റ്റ്, അതൊന്നും 26 ഗ്രാം.
പക്ഷെ പോരാ, ഞാൻ വെറുതെ ട്രൈ ചെയ്യാൻ വാങ്ങിയായിരുന്നു മറ്റേ മലായി കുൽഫി. വാങ്ങിയതാ? ഞാൻ വാങ്ങിയതാ, ഞാൻ വെറുതെ ഒരു ടാഗ് ചെയ്താ. മോശമാണെങ്കിൽ നമുക്ക് എത്ര വരുമ്പോ എന്തായാലും ഒരു കോഡ് ഉണ്ടാവും ഇങ്ങനത്തെ പോലെ അയക്കുമ്പോ. പിന്നെ പോലെ സ്പോൺസേർഡ് അത്ലറ്റ് എങ്ങനെ അയക്കാനാലും നമുക്ക് പ്രൊമോഷൻ ചെയ്യുന്ന സാധനമാണെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു കോഡ് ഉണ്ടാവും. സപ്ലിമെന്റിന്റെ ബ്രാൻഡ് നമുക്ക് വരികയാണെങ്കിൽ പിന്നെ ഫാസ്റ്റ് ഓരോക്കെ ഒരു കോഡ് വരും. കാരണം ആ കോഡ് വരുമ്പോൾ ഓർക്ക് ഡിസ്കൗണ്ടും വരും, നമുക്ക് അതിന്റെ അഫിലിയേറ്റ് കമ്മീഷനും കിട്ടും. പക്ഷെ പെട്ടെന്ന് ഇതുണ്ടല്ലോ, ഐ മീൻ സബ്സ്ക്രൈബേഴ്സ് നല്ല ഗ്രോത്തിൽ, ഫോളോവേഴ്സിലേറെ മലയാളത്തില് കുറവാ. പുറത്തത്തെ കണ്ടന്റിന്റെ ഇതാണല്ലോ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതില് ആ ഫസ്റ്റ് കൊണ്ടുവരുന്നവർക്ക് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും തുടങ്ങും. അതാണ് ഞാൻ കുറെ ആൾ തുടങ്ങുന്നത്. അതാണ് ഇപ്പൊ തന്നെ ഞാൻ എന്തെങ്കിലും ഇപ്പൊ ഇല്ലാത്ത കുറച്ച് കണ്ടന്റ് ആലോചിച്ച് സെറ്റാക്കി ടൈം സെറ്റാണ്. ഇൻസ്റ്റാഗ്രാമിൽ ശരിക്കും എനിക്കൊരു കൺസിസ്റ്റന്റ് ഗ്രോത്ത് കിട്ടിയിട്ടില്ല. ചില വീഡിയോ പൊലങ്കേറിൽ കയറും, അങ്ങനെയാണ് എന്റെ അല്ലേ. പക്ഷെ ഒരു കാര്യം കൺസിസ്റ്റന്റ് ആയിരുന്നു. കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ എപ്പോ തുറന്നാലും ഫോളോവേഴ്സും ലൈക്കും അങ്ങനെ. ഇപ്പൊ ഒന്നുമില്ല. ബ്രേക്ക് വന്നാ ഇതാവും, പിന്നെ നമ്മള് പിടിച്ച് അതേപോലെ ആക്കണം, എന്നാലേ ആവുള്ളൂ. അതാണ് ചിലപ്പോ 1-2 മാസം എടുക്കും. ഇട്ടോണ്ട് നിൽക്കണം. നമ്മളൊരു റിഫ്ലക്ഷൻ ആണ്. നമ്മള് പക്ക ഇങ്ങനെ പോവാണെങ്കിൽ അതത്രേ ഉള്ളൂ. നമ്മൾ കറക്റ്റ് കൺസിസ്റ്റന്റ് ആണെന്ന് അതിനനുസരിച്ച് റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മള് കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ അവിടെ കൺസിസ്റ്റന്റ് ആവില്ല. മറ്റൊരു എഡിറ്റ് കൊടുന്നില്ലേ ഞാൻ, അതൊരു ആ ടൈമിൽ ട്രെൻഡിങ് ആയിരുന്നു. അയിമെന്നാണുള്ള ഫോളോവേഴ്സ് കിട്ടി. അത് എന്നോടുള്ളത് കൊണ്ട് വന്നു. അതായത് ഇപ്പോഴും എന്റെ ആൾക്കാർ ചോദിക്കാൻ ഒന്ന് പറഞ്ഞാല് ഞാൻ ഏതാ ഫിൽറ്റർ യൂസ് ചെയ്യണമായിരിക്കും ആൾക്കാര് എന്റെ വീഡിയോസ്. പക്ഷെ ഞാൻ ഒറ്റ ഫിൽറ്റർ യൂസ് ചെയ്യണില്ല. എക്സ്പോഷർ അത് ആർക്കും അറിയില്ല. വളരെ ഒരു ഫിൽറ്റർ കുറെ ഏതാ ഫിൽറ്റർ എന്നത് ടെംപ്ലേറ്റ് ഏതാണെന്നൊക്കെ ചോദിക്കും. ഒന്നുമില്ല, നമ്മള് സാധാ പോലെ. പിന്നെ തന്നെ ഒരു കറക്റ്റ് സ്റ്റെബിലൈസ് ചെയ്തിട്ടാണ് വീഡിയോ ഉണ്ടാവുക. അതിന് സൈഡ് ഇതാണ്, സൈഡ് എഫക്റ്റ് എന്നതാണ്. ഒരു വിചാരിക്കുക നമ്മളിതിലൊക്കെ പെർഫെക്റ്റ് ആണെന്നുള്ളത്. അതായത് ഇപ്പൊ വീഡിയോസ് കാണുമ്പോ ഫുള്ള് ഫിറ്റ്നസ്സും ഇത് മാത്രല്ലേ, അപ്പൊ ഇയാള് ഫുൾ ഫിറ്റ്നസ് അതിൽ പെർഫെക്റ്റ് ആണ്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല, നമുക്കറിയില്ലേ. അതായത് കുറെ ആൾ വിചാരം ഇപ്പോ ഞാനവിടെ കോഴിക്കോട് ആയ ടൈമില് അവിടുത്തെ ഫ്രണ്ട്സൊക്കെ ഫുട്ബോൾ കളിക്കുമല്ലോ, ഫുട്ബോൾ കഴിഞ്ഞിട്ട് ഒരു ഫുഡ് കഴിക്കാണെങ്കിൽ പ്ലാൻ ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം അപ്പൊ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഇതൊക്കെ കഴിക്കു ചോദിച്ചു. അതായത് പൊറോട്ടയും ബീഫാണേ. അപ്പോൾ ഈ ഇതൊക്കെ എന്താ ഫാസ്റ്റ് ഫുഡ് കഴിക്കലുണ്ട് ചോദിച്ചു. അത് അങ്ങനെയാണ് ഒരു വിചാരിക്കണേ വീഡിയോസ് കണ്ടിട്ട്. ഞാൻ ഓഫീസിൽ പറയാൻ അനുഭവിച്ചാണ്. എന്തെങ്കിലുമൊക്കെ ട്രീറ്റ് ഒക്കെ ഉണ്ടാവും അവിടെ, അപ്പൊ ഇങ്ങനെ ഇട്ടാക്കും. അതൊരു സീനാണ്. അപ്പോഴാണ് ആ ബാലൻസിന്റെ കൺസെപ്റ്റ് ഇങ്ങനെ ഇതാക്കി കൊണ്ടുവരുന്നത്. അതായത് നമുക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഒന്നും. നമുക്ക് തന്നെ മടുക്കും പെർഫെക്റ്റ് ആകുമ്പോൾ. പിന്നെ പെർഫെക്ഷനിസ്റ്റ് നമുക്ക് ആവാൻ പറ്റില്ലായിരിക്കുമല്ലോ. എൻ്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ കുറച്ച് പീസ്ഫുൾ ആവണം. നമ്മളൊരു തോട്ടം എന്താ ആ രീതിയിൽ ശേഷിച്ചിട്ട് നമ്മളീ പറയുമ്പോൾ വർക്കൗട്ട് ചെയ്യാതെ ഫുഡ് ചെയ്യാതെ ഒന്നും ചെയ്യാതെ നടക്കണവരല്ലല്ലോ. ഇത് ബാലൻസ് ചെയ്തിട്ട് പോകുമ്പോൾ അതിനനുസരിച്ച് റിസൾട്ടും ഉണ്ട്. കൺട്രോൾ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതായത് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഡെസേർട്ടും ഈ മധുരമൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഷുഗർ ഭയങ്കര പോയിസണാണ് നമ്മൾ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇത് പറയണത് എന്തിനാ വെച്ചാൽ നമുക്ക് അതിന് അവയർനെസ് കൊടുക്കാനാണ്, ഇതിനെക്കുറിച്ചൊരു ബോധം വരാന്, കൺട്രോൾ ചെയ്യണം എന്നുള്ളത്. പക്ഷെ നമ്മളെ കഴിക്കലുണ്ട്. പക്ഷെ ഞാൻ കഴിക്കണ്ടേലും 1-2 മാസമായി ഷുഗർ കട്ട് എടുക്കും. അതിനോട് കൺട്രോൾ ചെയ്യും. ഇപ്പോൾ ഇന്നലെ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഞാൻ കേക്ക് കഴിച്ചില്ല. അപ്പോൾ ആ കൺട്രോളിങ് നമുക്ക് വേണം. മധുരത്തിനോട് വലിയ താല്പര്യമില്ല. ഈ ഡെസേർട്ട് ഐറ്റംസ് ആണ് ഭയങ്കര ക്രേസ്. കേക്കൊന്നല്ല, അതായത് ഈ ബ്രൗണി അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവുമല്ലോ. അത്രേ ഉള്ളൂ. സത്യം ആരും കയറണില്ല. നമ്മക്ക് ഓരെന്താ വിചാരിക്ക. ഇല്ല, പക്ഷെ ഞങ്ങളെ തമ്മില് കുറച്ചൊക്കെ നോക്കണം. നമ്മൾ നോക്കാന്നാ മതി. അത്രേ ഉള്ളൂ. നമ്മൾ ഒരു നോക്കുണ്ടോ എന്നുള്ള നമ്മൾ നോക്കാന്നാ മതി. മറ്റേ സംഭവല്ലേ, നമ്മള് ഈ കുറെ റീൽസില്ലേ ഈ അത് വീഡിയോ കണ്ടിട്ട് ജഡ്ജ് ചെയ്യും. പക്ഷെ ജഡ്ജ് ചെയ്യണവര് ചിലപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള കഴിവും കൂടി ഉണ്ടാവില്ല. കളി ഏതൊക്കെയാ, വർക്കൗട്ട് ഏതൊക്കെയാ?
ഞാന് വേറെ ചെയ്യല് പോലെ ചെയ്യലാണ്. കഴിഞ്ഞ പ്രാവശ്യം സാറിന്റെ ഒപ്പം ചെയ്ത് മൂപ്പര രീതി ചെയ്യും. പിന്നെ പ്രൊഫഷണൽ ആക്കണോ ഫോൺ എഴുതിയിട്ട് ആർട്ടിഫിഷ്യലായി തോന്നും ആ അതാണ്. മറ്റേതേ ഫുള്ളുണ്ടല്ലോ എത്ര കുറേ നേരം വീഡിയോ വിരാതടിച്ചേ കട്ട് ചെയ്യാൻ വയ്ക്കുന്നില്ലേ ഫുള്ള് എടുത്താണ്ട് ഇട്ടു മണിക്കൂറേ ഇരുന്നു. ഏതാ ഫസ്റ്റ് ലാറ്റ് ബുൾഡോൺ അല്ലേ? വെയിറ്റ് എത്ര ഇടേണ്ടി? വെയിറ്റ് സെറ്റോ എത്ര ഇടല്? 40 കിട്ടോ? അപ്പോ ഫസ്റ്റ് തന്നെ അപ്പൊ വേണ്ട. സ്റ്റാർട്ടപ്പിൾ ചെറിയ ഐറ്റം തുടങ്ങല്ലേ? എത്ര റേറ്റ് അടിക്കല്? 12. 10 12 സെറ്റ് 3 10 12 8. One, 2, 3, 8, 9, 10, 11. മെല്ലെ റിലീസ് ചെയ്യും. മെല്ലെ 12. എത്ര പോയി? 10 12 10 8 അല്ലേ? എത്ര രണ്ട് വെയിറ്റ്? അല്ല അങ്ങനല്ല കേട്ടോ. പോണ കളിച്ചും 12 ഉള്ളിൽ പോണ കളിച്ചും ലാസ്റ്റത്തെ ഫെയിലിയർ വരെ ഡ്രോപ്പ് അടിച്ചു. ഇല്ല മൂന്നാമത്തെ ഇത് എത്ര ഇടേണ്ടി? 45 കിട്ടും. ഈസി കമോൺ. 1, 2, 9, 10. ഈസി കമോൺ. 10. വെയിറ്റ് ഒന്ന് കൂട്ടിയാണ്. 45 ആയില്ലേ? ഡ്രോപ്പ് അടി. ഡ്രോപ്പാ? എടുത്തോ? എത്ര ഫെയിലിയർ അല്ലേ? ഒന്ന് പൊട്ടു. അപ്പോ എത്ര? 10 കുറച്ചു. ഈസി വസ്തുല്ലേ? 1, 2. നല്ല റിലീസ്. നോ പെയിൻ നോ ഗെയിൻ. ഈസി. അടി. 1, 2, 8. Last one. Easy. Yeah. Okay. എന്താ വെയിറ്റ് ഉണ്ടോ? കുഴപ്പമില്ല. അവിടെ എങ്ങനെ മറ്റവന്റെ പവർ കോട്ടയില് കോഴിക്കോട് ഒറ്റങ്ങനെ ഒറ്റ ഓൻ ചെയ്യല്ല.
ഓൻ പെടുന്നതില് ഓൻ ഇപ്പോൾ അവിടെ വരില്ല, ഞാൻ ഒറ്റക്കാണ് അവിടെ എത്തല്. ഇപ്രാവശ്യം പോയപ്പോ ഒറ്റക്ക് കൊറേ ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറിക്കണം ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അനക്കൽപ്പം ഒന്നുകൂടെ ഉണ്ടായി നല്ല വെയിറ്റൊന്നും. രണ്ടൊപ്പം ചെയ്തോട്ടെ. മന്തിൽ എങ്ങനെ അവിടെ ഇവിടെ ജിമ്മോ ഫ്ലാറ്റില് അവിടെ മന്തിൽ 24 12 എടുക്കല് ഇപ്പൊ. മൈക്കോട് കട്ടുണ്ടോ മൈക്ക്? 24 രണ്ടാക്കും പാട്. ഒരാൾക്ക് 12 രണ്ട് കിട്ടുന്നുണ്ട്. എന്നാൽ 2 അടിക്കാം, മറ്റേ ടൈം കൺസ്യൂമിങ് ആ. Easy, come on. Easy, come on. അതൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് ആണ്, അത്ര കൂട്ടിയാൽ മതി. പതുക്കെ പതുക്കെ അങ്ങനെ റെഡി ആയി പോകും. നരമ്പൊക്കെ പക്ക കാണൂലേ? ഓക്കെ 5 ഇട്ടാലോ? രണ്ടാമത്തെ ഇട്ടല്ലേ ഒരു വർക്കൗട്ട് എഡി സംസാരിക്കുന്നുണ്ട്. കുറച്ച് റിസ്ക് ആണ്, ഫോക്കസ് കിട്ടൂല. ഈസി. ആനിമൽ മീറ്റിനെ കുറിച്ചുള്ള സംസാരിച്ചോ ഓൾറെഡി? ആനിമൽ ഡയറ്റ് ഇതിലോ? വീഡിയോയില്, എൻ്റെ വീഡിയോയില് ഞാനതാണ് പ്രൊമോട്ട് ചെയ്യല്. നമുക്ക് ട്രയൽ ചെയ്തതിനു ശേഷം മനസ്സിലാവുള്ളൂ. ഈ വൈറ്റ് റൈസ് വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. ഏത് വൈറ്റ് റൈസ്? നമ്മള് സാധാ വൈറ്റ് റൈസ്. അതില്ലെങ്കിൽ പറ്റ എനർജി ഇല്ലാത്ത മതി. കാപ്സ് നമ്മള് ഒരു പ്ലേറ്റിൽ എപ്പോഴും ബാലൻസ്ഡ് ആണ്. അതായത് പക്ഷെ മീറ്റ് മാത്രം കഴിക്കണോലുണ്ട്. ഉണ്ട്, അതാണ്. എങ്ങനെയാണ് എനർജി ഉണ്ടാവും എനിക്കറിയില്ല. ഇപ്പം ഞാനൊരു ലാസ്റ്റ് ഒരു പ്ലേറ്റ് ഉണ്ടാക്കിയപ്പോൾ പ്രോട്ടീന് എഗ്ഗായിട്ട്, കാപ്സ്, ഓട്സ്, പിന്നെ മിനറൽസ് ആയിട്ട് നമുക്ക് ഫ്രൂട്ട്സ് മിനറൽസ് കഴിച്ചൂടെ? അല്ല ഈ പിന്നെ ഫുട്ബോൾ കളിച്ചാലല്ലേ ഓടുന്ന ആൾക്കാരെ സംബന്ധിച്ച് എന്തായാലും ഇത് വേണം, കാർബ് വേണം. പൊട്ടും. എൻ്റെ ഫേവറേറ്റ് വർക്കൗട്ട് ഏതാ? എൻ്റെ പുഷ്, ചെസ്റ്റും ഷോൾഡറൊക്കെ. ഇത് ലെഗ്. ഓ ഇത് നാക്കിന് വേണ്ടി പറയാലോ. നാക്കിന് വേണ്ടി പറയാലോ. അല്ല ശരിക്കും ലെഗാ. അങ്ങനെയോ ലെഗ് നമ്മൾ കട്ടിങ്സിന് വേണ്ടി ഇങ്ങനെ അടിക്കുമ്പോൾ മസിൽ പാട്ട് വന്ന് നമ്മളിങ്ങനെ അടിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ? നമുക്ക് പുഷ് ഇഷ്ടപ്പെടാൻ കാരണം എന്താ? അതന്നെ അല്ലേ? ചെസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ തെറ്റായില്ലേ? ഡ്രോപ്പ് അടിക്ക എത്ര അടിക്ക? ഫെയിലറാ? നാക്കിട്ടേ മൂന്നായോ? നല്ല ഫസ്റ്റ് അടിച്ചേ. മതി മതിയോ? ഓ സെറ്റാ? തമ്പേ ഞാനേ
രണ്ടാമത്തെ സെറ്റ് അല്ലേ? രണ്ടാമത്തെ സെറ്റ് ഈസി. വെയിറ്റ് കൂട്ടണോ? വെയിറ്റ് കൂട്ടണോ? ഒരുവിടാണോ? 5 10 5 ഉണ്ട്. 5 5 10 അല്ലേ? 6 10 11 12 2 സെറ്റായില്ലേ? ലാസ്റ്റ് സെറ്റല്ലേ ഇത്? 3 രണ്ടാമത്തെ ആയിട്ടുള്ളൂ. രണ്ടാമത്തെ ആയിട്ടുള്ളൂ. 3 സെറ്റ്. ഈ ഫെയിലർ അടിച്ച് 12 അടിച്ചാണ്. കുഴപ്പമൊന്നുമില്ല. ഫെയിലറേ കഴിഞ്ഞ അടുത്തിരിക്ക. 4 ലാസ്റ്റ് സെറ്റ് കേട്ടോ. ഫെയിലർ അടിക്ക്. ഈസി ഇല്ലേ? ഇനി ഏതാ? റിയൽ ലെൽറ്റിനെ വിളിക്കും. റിയൽ ലെൽറ്റിനെ എന്താ വിളിക്കല്? ബാക്കിൻ്റെ പോണോ? ശ്രഗോ മറ്റേത് ഏത്? അല്ല എന്നാ വിളിക്കല്? പുഷിന്റെ അന്നാണോ ഇന്നാണോ? പുള്ളിന്നെ ചിലത് ഷോൾഡർ മൊത്തമായിട്ട് അന്നാ വിളിച്ചത്. അത് ഷോൾഡറിനാണല്ലേ? പുഷിനെ തന്നെ കൊടുക്കല് ഷോൾഡർ മൊത്തം കൊടുക്കാം. ഏത് ചെയ്യണോ? ഇത് ചെയ്യണോ അതോ ഡംബൽ കൊണ്ട് ചെയ്യലുണ്ട് ഞങ്ങള്. ഏതും ചെയ്യാം. ഡംബൽ കൊണ്ട് ചെയ്ത് നോക്കല്ലേ? ഫസ്റ്റ് ടൈം കിട്ടുമ്പോൾ പമ്പ് കിട്ടുക അറിയില്ല. ചെയ്തോ, യൂസ് ചെയ്തോ, നമുക്ക് മനസ്സിലാവും. വെയിറ്റ് കുറക്കേണ്ടി വരും. ഇത്ര പണിയുണ്ട്. ചെയ്തു ഫുള്ള് ഇവിടെ ഫോക്കസ്. ഇവിടെ ഇവിടെ വല്ല അമരുണ്ടോ? ഫുള്ള് ഇവിടെ ഉണ്ടോ? ഫസ്റ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യണേ അതുപോലെ ഇങ്ങനെ വർക്കൗട്ടിൻ്റെ ഇടയിൽ ഇത്രയും പറയണോ? അവരല്ലേ അടി അടി അടിക്കാമോ? ഈസി. ഞങ്ങൾ ഫുള്ള് ഇങ്ങനെ കയറും. ഫുള്ള് സിഗ്നലേ ഉണ്ടാവുള്ളൂ. 2.5 5 അല്ലെ നമ്മ അല്ല അങ്ങനെ വർത്തനം. ഈസി. ക്ലാസ് ആകെ 2 ആഴ്ച 3 ആഴ്ച ഉണ്ടാവുള്ളൂ. 2 ആഴ്ച മാക്സിമം. പിന്നെ ഫുള്ള് ഷെഡ്യൂൾ ചെയ്ത്. അല്ല നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം ഓരോ എക്സാം ആവണേലും അങ്ങനെ എടുത്തരൂ. എങ്ങനെ? ഓരോ പേപ്പറിന് ഓരോ ക്ലാസ് ആണ്. നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് എനിക്കിപ്പോൾ 2 പേപ്പർ എടുക്കാം, 3 പേപ്പർ എടുക്കാം, ഒറ്റ പേപ്പർ എടുക്കുക, ഇങ്ങനെ എടുക്കുക. ഞങ്ങൾ 8 പേപ്പർ ഒപ്പെടുത്ത് കയറും. ഗ്രൂപ്പ് CN ഇതാ ശ്രഗാണ് മെഷീന്. ഇവിടെ ലെഗ് കളിച്ച അടിപൊളിയായിരുന്നല്ലേ? ഇവിടെ ലെഗ് അടിപൊളിയായിരുന്നല്ലേ? ലെഗ് അടിപൊളിയാണ്. ഇതാണോ ഇതെങ്ങനെ സംഭവം? ഇതിടണോ? ഉണ്ട്. ഈസി കമോൺ. കറക്റ്റ് ഇതിനല്ലേ? ഇതിനെന്താ ഡെൽറ്റ കേട്ടോ? അപ്പർ ട്രാപ്പോ? അപ്പർക്ക് ഇതിനെന്താ പറയാ? ഇതിന് ഈ മസിൽ പാട്ട് അപ്പർ ട്രാപ്പോ? അപ്പർ ട്രാപ്സ്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. സ്പൈഡർമാനാ ഉണ്ട്.
സ്പൈഡർമാൻ ഇൻ റിയൽ ലൈഫ്. ഓരോരുത്തരും ഓരോ വൈബാ. പിന്നെ നമ്മളൊരു സർക്കിള് ആ ഒരു ഇതാണല്ലോ, വർക്കൗട്ട് കറക്റ്റ് പോണവരും. ആ പക്ഷേ വെച്ചിട്ട് എല്ലാവരും കറക്റ്റ് വർക്കൗട്ട് കറക്റ്റ് ഫുഡ് ഒന്നല്ല, നല്ല ഫുഡ് കഴിക്കും, എല്ലാം കഴിക്കും. ഓരോരുത്തരും ഓരോ കാറ്റഗറിയാ. പിന്നെ നസീമാണെങ്കിൽ ബോഡി ബിൽഡറാണ്. ഇപ്പോൾ എൻ്റെ മറ്റേ ഫ്രണ്ട് ആണെങ്കിൽ അവനൊരു ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യണവനാണ്. എൻ്റെ ഒപ്പം ഫ്ലാറ്റിൽ നിൽക്കണേ അവന് ഓരോരുത്തരുടെ ഗോളുകളും ഓരോ ഗോളാ. എൻ്റെ ഒപ്പം കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ. 1 2 3 4 ഇതൊക്കെ നമ്മൾ ഈ പെയിൻ ഇഷ്ടപ്പെട്ട് ചെയ്യണത്. നല്ല വേദന ഉണ്ട്, രസല്ലേ? മറ്റൊരു കോട്ടില്ലേ, ഇറ്റ് ഈസ് എ ഷെയിം ടു എ മാൻ to grow old without seeing his strength. എൻ്റെ ഒപ്പം പിന്നെ നടക്കും. ഞാൻ സാറിന്റെ ഒപ്പം ചെയ്തപ്പോ ഒന്നും തുറന്ന് പറഞ്ഞില്ല. ഞാൻ എങ്ങനെയെങ്കിലും ക്വസ്റ്റ്യൻ ഇട്ട് നോക്കി, നടക്കണില്ല. ഗോൾസ് ചോദിച്ചപ്പോ ഗോൾസ് നമ്മളങ്ങനെ പറയാൻ പാടില്ല. ഓരോരുത്തർക്കും ഓരോ ഗോൾസ് ഉണ്ടാവും. ശരിയാണ്. മൂപ്പര് കൺസെപ്റ്റില് ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റാ. നമ്മള് പ്ലാൻസും കാര്യങ്ങളും പറഞ്ഞാൽ പ്ലാൻസ് നമ്മൾ ഒരിക്കലും അവരോട് പറയരുത്. അതെ തരാ. നമ്മള് മെയിൻ ഗോൾ എന്താ വെച്ചാല് നമ്മള് വേൾഡ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. നല്ലൊരു ഫിറ്റ്നസ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം. കമ്മ്യൂണിറ്റി നമുക്ക് നമ്മൾ ചെയ്യണമെങ്കിൽ ബാക്കിയുള്ളവർക്കും ചെയ്യാം. ആ ഒരു കൺസെപ്റ്റ്. എത്ര വെയിറ്റ് ഇടല്? ഞാൻ വെയിറ്റ് അല്ല ഇടലില്ല. ഞാൻ 50 ഇടലുണ്ടാവും. 50 ഇടലില്ല. ഒരു 15 ഇട്ടോട്ടെ ആദ്യം. ഇതെന്താ അവസ്ഥ അറിയില്ല. എന്നുവെച്ചാൽ എനിക്ക് ഇങ്ങോട്ട് സപ്പോർട്ട് കൊടുക്കാൻ കഴിയില്ലെന്ന്. ഇതൊക്കെ പിടിക്കുമ്പോൾ സപ്പോർട്ട് കൊടുക്കണ്ടേ? ഇവിടെ വലിയുണ്ട്. നല്ല ഇഞ്ചുറി ആയിട്ടാ. അതിമ്പൊന്നും പോവില്ല. അത് അതിലോ പഴയ ജിമ്മായിട്ടാണ് വെയിറ്റ് ഒക്കെ പോയിക്കുന്നത്. എല്ലാം കേട്ടോ. 25 ഓക്കെ പോലെ 1 പ്രശ്നമില്ല. പോയിക്കോ. സർക്കിളിൽ ഇങ്ങനെ ക്രിയേറ്റേഴ്സ് ഒക്കെ വേണം, എന്നാലേ നമ്മളത് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അതിനനുസരിച്ചുള്ള നെറ്റ്വർക്കിംഗ് മെയിന്. വെയിറ്റ് കുറച്ചോ. കോട്ടക്കുന്ന് ഇറങ്ങല്ലോ ഇപ്പൊ? കോട്ടക്കുന്ന് ഞാൻ ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഞാൻ ഇവിടെ തന്നെ ഇപ്പൊ ഉണ്ടാവില്ലേ. മറ്റോലോ ഇറങ്ങലുണ്ടോ തോന്നുന്നു. അങ്ങനെ വരുന്ന മെസ്സേജ് കണ്ടിട്ട് ആ മെസ്സേജസിനൊക്കെ എന്താ തോന്നലേ? ഓരോരുത്തരും ഓരോ ടൈപ്പ് അല്ലേ. അത് കൂടുതൽ വന്നില്ലിപ്പോ. ഇപ്പൊ വരുന്ന എന്താ അറിയോ, യൂട്യൂബില് വീഡിയോ ഉണ്ടോണ്ട് ഫുള്ള് ലോങ് മെസ്സേജ് ആയിരം, വലിയ പാരഗ്രാഫ്. അതില് ഒക്കെ ചോദിച്ചത് ആയിരം, ചേട്ടാ ഞാൻ 10 കഴിഞ്ഞു, എനിക്കിത് എന്താ ചെയ്യേണ്ട അറിയില്ല, ഞാൻ സ്റ്റക്കായി നിൽക്കുകയാണ്, ഇനി ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓലെന്താണ്, ഓല ഇൻട്രസ്റ്റ് എന്താണ് ഒന്നും നമുക്കറിയില്ല. നേരെ കുറച്ച് ഇത് കൊടുക്കണം. എന്താ ചെയ്യേണ്ടി വെച്ച് കഴിഞ്ഞപ്പോ പൂച്ച മാന്തിയതാ. ഏത് മരം കയറിയതാ? മറ്റേ വീഡിയോല്ലേ മരം കയറണേ. കയ്യം കുറച്ച് പാടെന്തൊക്കെ വേണ്ടേ, എപ്പോഴല്ലേ അഡ്വഞ്ചർ ആവുള്ളൂ. കുറച്ച് നാച്ചുറൽ ഡോപ്പമിനെ കിട്ടാറുണ്ട്. ഡിഎമ്മിനൊക്കെ റിപ്ലൈ കൊടുക്കലുണ്ടോ? എന്റെ കൊറേ ഡിഎം ഉണ്ട്. കൊറേ വെറുതെ കൊറേ ഹേന്ന് മാത്രം ഇടും. കൊറേ ആൾക്ക് കൊടുക്കും, റിപ്ലൈ കൊടുക്കും, ഹേ കൊടുക്കും.
ചിലപ്പോൾ ഒരു സുഖമാണോ അങ്ങനെ നമുക്ക് ഫിറ്റ്നസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഓരോ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കുറേ മെസ്സേജ് തന്നെ ഇടയിൽ നമ്മളതിൽ എടുക്കുമ്പോൾ വെറുതെ റാൻഡം ടെക്സ്റ്റ് ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. അത് നമുക്കൊരു നമ്മളൊരു ആവശ്യം തന്നെ ഓർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഓർക്ക് എന്തെങ്കിലും ഡൗട്ട് ആയാലും അധികം ആൾക്കാർക്കും അത് സ്ട്രേറ്റ് ഫോർവേഡ് ചോദിക്കാനാണ് ഏറ്റവും നല്ലത്. വലിയൊരു മെസ്സേജ് സ്ട്രേറ്റ് ഫോർവേഡ് വെച്ചാൽ നമുക്ക് കറക്റ്റ് അങ്ങനെ അയക്കണവരുണ്ട്. വലിയ പാരഗ്രാഫ് അയക്കും ഒരു പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള റിപ്ലൈ നമുക്ക് കൊടുക്കാം. ഇതൊരു മെല്ലെ മെല്ലെ അയക്കുമ്പോഴാണ് നമുക്ക് ബോറടിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ കുറേ താഴത്തേക്ക് എത്തും മെസ്സേജ്. അപ്പോൾ നമ്മൾ എടുക്കൂല. അപ്പോൾ അങ്ങനെ കുറേ താഴത്ത് കുറേ മെസ്സേജ് ഉണ്ടാവും. കാര്യം സ്ട്രേറ്റ് ഫോർവേഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കാണാം. ഏറ്റവും നല്ല സ്ട്രേറ്റ് ഫോർവേഡാ. നല്ല പാടായിരുന്നല്ലോ ഇത് കടന്നിട്ടില്ല. ഇപ്പോ ഫ്രണ്ട്സ് സർക്കിളിന്റെ നല്ലോണം ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ വീഡിയോ ഇട്ടിരുന്നു സെൽഫ് ഇംപ്രൂവ്മെന്റ്. എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞാല് കൺസിസ്റ്റൻസി കുറച്ചൊന്നുമില്ല. ലാസ്റ്റ് ഇപ്പോൾ ഒരു ആസ്ക് മീ ക്വസ്റ്റ്യൻസ് കിട്ടില്ലേനോ അത് ഫുള്ളതാ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ അത് മനസ്സിലാക്കിയിട്ട് ഒരു ഇ ബുക്ക് ഉണ്ടാക്കി. ഇനി കൺക്ലൂഷനും കൂടി ചെയ്യാനുള്ളൂ. ഞാൻ കാണിച്ചു തരാം എന്താ അവസ്ഥ നോക്കുക. കൺസിസ്റ്റൻസി ഇപ്പൊ ചെയ്യണില്ല. അതായത് കുറച്ചാലും മുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു കോപ്പിംഗ് മെക്കാനിസം ഉണ്ടല്ലോ. അതായത് നമ്മളെ പ്രഷർ ചെയ്യണില്ല. നമ്മൾ പതുക്കെ വരും. നമ്മൾ ട്രാക്കിന് പോയി കഴിഞ്ഞാൽ പിന്നെയും കൊണ്ടുവരാം. ആ സംഭവം ശരിക്ക് അങ്ങനെ ഞാനൊരു വീഡിയോ ഇട്ടു. എനിക്ക് ഒരു ദിവസം വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പോൾ അന്ന് ഞാനൊരു 1.5 മിനിറ്റിൻ്റെ ചെറിയ വീഡിയോ നമ്മളെ കൊണ്ട് കഴിയാൻ നമ്മൾ ചെയ്യാന്നുള്ള രീതിയിൽ ഇട്ടു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് നെഗറ്റീവ് കമൻ്റ് ആണ്, കളിയാക്കിയാണ്. പക്ഷെ ഓൽക്ക് ആ സംഭവം അറിയില്ല. അതാണ് സാധാ ആൾക്കാരുടെ പ്രശ്നം. റേറ്റ് എന്താ അവസ്ഥ? കൂടുതലാ. പ്രപ്പോസൽ ഉണ്ടോ? പ്രപ്പോസൽ ഉണ്ട്. പ്രപ്പോസൽസ് ഒക്കെ സ്ട്രേറ്റ് ഫോർവേഡ് പറയാനുള്ളത് വല്ല പാരഗ്രാഫിൽ എഴുതിയേക്കും. ഈ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ശരിക്കും നോക്കലുണ്ടോ? മെന്റൽ ഹെൽത്ത് നോക്കണം. അതൊക്കെ ബാധിക്കും. വെച്ചാല് ബാധിക്കാതെ എന്താ അറിയോ, എന്റെ ലൈഫ് അത്യാവശ്യം ഇതാണ്, ഫണ്ണായ ലൈഫാണ്. അതാണ് പറഞ്ഞില്ലേ, അതൊക്കെ ശരിക്കും നമുക്കൊരു സർക്കിൾ വേണം. എല്ലാവർക്കും നല്ലൊരു സർക്കിൾ വേണം. സോഷ്യൽ ബീങ്സ് ആണ്. നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാല് ഇല്ലല്ലോ, ഒറ്റയ്ക്ക് നടക്കൂല. നമ്മൾ ലോക്ക്ഡൗൺ ആവണം. നമ്മൾ നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ലോക്ക്ഡൗൺ ആവുന്ന വേണം. അപ്പോൾ സർക്കിളും ഇതും വേണ്ടി നമ്മൾ കാര്യമില്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കാനാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോണ്ട്. പഠിക്കുക, വർക്ക് എന്താണെങ്കിലും നമ്മൾ സെൽഫായിട്ട് ഇരുന്നാൽ തന്നെ നമുക്കത് ഫോക്കസ് ചെയ്യാനും പറ്റുള്ളൂ. നമ്മളൊരു കംഫർട്ട് സർക്കിളിൽ ഇരുന്നിട്ട് നമുക്ക് ഒരിക്കലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് കംഫർട്ടാണ്. അവിടെ നമുക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കാം. പക്ഷെ ഇതില് ഈ ഫുള്ള് മങ്ക് മോഡിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഡിപ്രഷനൊക്കെ. മങ്ക് മോഡ് പോയാലോ, അതാണ് ഇതിന്റെ റിയാലിറ്റി അല്ലേ? കാരണം ഇതിന്റെ ഒരു ഇതില് നമുക്ക് ലൈഫാണ്, എല്ലാം നമുക്ക് ബാലൻസ് ചെയ്ത് പോകണം. കുറെ ആൾ പറയുന്നുണ്ട് ബാലൻസിങ് ഒന്നും പറ്റൂല, അതൊക്കെ ഫേക്ക് കൺസെപ്റ്റ് ആണെന്നുള്ളത്. ഡേവിഡ് ഗോഗിൻ മൈൻഡ് സെറ്റ് പറഞ്ഞാൽ പക്ക ട്രൂ ഡിസിപ്ലിൻ അങ്ങനെ. പക്ഷെ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ ഓരോരുത്തരും ഓരോ ഭാഗത്തുനിന്നാണ്. ഡേവിഡ് ഗോഗിൻസ് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യന്നും, ഞാൻ ഡേവിഡ് ഗോഗിൻസിൻ്റെ ആക്കി പറയല്ല. ഡേവിഡ് ഗോഗിൻസ് പക്ക ട്രൂ ഡിസിപ്ലിൻഡ് കായ. പക്ഷെ അത് ഡേവിഡ് ഗോഗിൻസ് മെന്റാലിറ്റി. ഓരോരുത്തർക്കും ഓരോ ഇതാണ്. നമുക്ക് ആ മെന്റാലിറ്റി വേണം. നമ്മൾ ട്രൂ പർപ്പസ് ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ പർപ്പസാ ലൈഫിൽ. ആ പർപ്പസ് അതിനു വേണ്ടി നമ്മൾ ജീവിക്കണം. അത് കണ്ടുപിടിച്ചാത്താണ് അതാണ് പ്രശ്നം. നമ്മളെ പർപ്പസ് നമ്മൾ കണ്ടുപിടിക്കണം. അത് തേടി വരുന്നില്ല. നമ്മളെ ഗോൾ സെറ്റ് ചെയ്യുക. ഗോൾ സെറ്റ് ചെയ്ത് അതിനൊരു സിസ്റ്റം ഉണ്ടാക്കുക. സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനായിട്ട് ഡെയിലി വർക്ക് ചെയ്യും. ഇത് ഡെയിലി വർക്ക് ചെയ്യാത്ത ദിവസങ്ങളുണ്ട്. അതും റിയാലിറ്റിയാണ്. കൺസിസ്റ്റൻസിന്റെ ടിപ്പ് എന്താ പറയാനുള്ളത് എനിക്ക്? കൺസിസ്റ്റൻസിന്റെ ടിപ്പ് പറഞ്ഞാൽ പിന്നെ ഈ ബുക്കിൽ ഓരോ സാധനങ്ങൾ പറയണ്ടാണ്. അതായത് ഇത്രേ ഉള്ളൂ, എല്ലാവർക്കും ഒരു ഗോളാണ്.
ഗോളത്തിന് എല്ലാവരും പറയും കൺസിസ്റ്റൻസി വേണമെന്ന്. പക്ഷെ ആർക്കും അറിയില്ല അത് എങ്ങനെയാണെന്നുള്ള അറിയില്ല. എല്ലാവരും നന്നാവണമെന്ന് അറിയാം, പക്ഷെ ആർക്കും അറിയില്ല എങ്ങനെ നന്നാവണം എന്നുള്ളത്. കൺസിസ്റ്റൻസി തന്നെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡെയിലി എല്ലാ കാര്യവും ഒരേപോലെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ അതിനൊക്കെ ഒരു സിസ്റ്റം നമുക്ക് ബിൽഡ് ചെയ്യാം, കൺസിസ്റ്റൻസി ആണെങ്കിലും. ഇപ്പോൾ എനിക്കൊരു ചെറിയ എക്സാമ്പിൾ എല്ലാത്തിലുള്ള അറ്റോമിക് ഹാബിറ്റ്സ് ഉള്ളൊരു എക്സാമ്പിളാണ്. ഒരു ബുക്ക് വായിച്ചു തുടങ്ങണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇന്നൊരു 2 പേജ് വായിച്ചാൽ മതി. നമ്മൾ ഗോൾ എന്താ, ബുക്ക് ഫുള്ള് വായിക്കണം എന്നാ. പക്ഷെ ഒരിക്കലും ഒരു മാസം കൊണ്ട് വായിക്കണം എന്നല്ല, പെട്ടെന്ന് ഫുള്ളാക്കണം എന്നല്ല, ഒരു റീഡർ ആവാം, ഹാബിറ്റ് ബിൽഡ് ചെയ്യാം. പനക്കെൻ്റെ ഗോൾ പറഞ്ഞാൽ ഒരു കാർ എടുക്കണം എന്നാ. ഒരിക്കലും നമുക്ക് എത്ര പെട്ടെന്ന് ഓവർനൈറ്റ് സക്സസ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ കാർ എടുക്കണേ എനിക്ക് എത്ര റവന്യൂ വേണം, എത്ര ഇൻകം ബിൽഡ് ചെയ്യണം എന്നൊക്കെ ഈ ആദ്യം കണക്കൂട്ടണം. എന്നിട്ട് ആ റവന്യൂ എനിക്ക് പെർ മന്ത് എത്ര ഇൻകം സോഴ്സ് വേണം, അതൊക്കെ പിന്നെ ആ ഇൻകം വരുത്തണേ എനിക്കൊരു സിസ്റ്റം ഉണ്ടാക്കണം. ഓരോരോ സിസ്റ്റങ്ങളാണ്. അതായത് നമ്മൾ ആദ്യം ഒരു ഗോൾ ഉണ്ടാക്കുക, അതിനൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കുക. ഇതൊരു ഗോൾ തരും, അതിന് നമ്മൾ ബ്രേക്ക് ഡൗൺ ഇങ്ങനെ ചെയ്യണം. എന്നാലും അങ്ങനെ അങ്ങോട്ട് എത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ജിമ്മിനെ നമ്മൾ റിയൽ ലൈഫിൽ എടുത്ത് നോക്കിയാൽ മതി. പുള്ളി മസിൽസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയത് ഒരു സിസ്റ്റമായി വന്നതാ. ഒരിക്കലും നമ്മൾ ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് വന്നതല്ല. എല്ലാവർക്കും ഉള്ള മസിലും എല്ലാവരും എന്താ എല്ലാവർക്കും റിസൾട്ടും കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇന്ന് ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ റിസൾട്ട് നമുക്ക് ഇന്ന് തന്നെ കിട്ടൂല. ഇത് നമ്മൾ റെസ്റ്റ് എടുത്ത് കറക്റ്റ് ഫുഡ് കഴിച്ച് പ്രോപ്പർ റെസ്റ്റ് എടുത്ത് സ്ലീപ്പൊക്കെ കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് ഒരു 2-3 മാസം നമുക്ക് ട്രെയിനിങ്, സ്ലീപ്പ്, ഫുഡ്, ഈ ട്രെയിൻ സ്ലീപ്പ് റിപ്പീറ്റ് നമ്മൾ റീല് പറയുന്ന സാധനം തന്നെ. പക്ഷെ ഒരിക്കലും നമ്മളെ റുട്ടീന് ഡെയിലി അങ്ങനെ ആവണമെന്നില്ല. നമ്മളിവിടെ നോർമൽ നമ്മള് നല്ല പക്ക പോവാണ് ഒരു മാസമൊക്കെ. അതിൽ ഒരാഴ്ച നമ്മൾ ആകെ തെറ്റി, ഉറക്കം തെറ്റി, ഫുഡ് തെറ്റി, ഇതൊക്കെ തെറ്റി. അപ്പൊ എങ്ങനെയാ ട്രാക്ക് തിരിച്ചു വരിക? ട്രാക്ക് നമ്മൾ ഉറപ്പിക്കുക. ഇത് നമ്മൾ ട്രാക്കിൽ നിന്ന് പോയി, പക്ഷെ നമുക്കറിയാം നമുക്കുള്ള സെൽഫ് ബിലീഫ് ഉണ്ട്, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ട്രാക്ക് വിട്ടാൽ നമ്മൾ കണ്ടത് നാളെ തുടങ്ങി നാളെ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു കോൺഫിഡൻസ് നമുക്കാണ്, ആ ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ട്. അതെല്ലാവർക്കും വരണം. അതായത് സ്വന്തം ബിലീവ് ചെയ്യണം ആദ്യം. കഴിയുന്നില്ല. കുറെ ആൾക്കാർക്ക് കോൺഫിഡൻസ് ഇല്ല, മസിൽ ഇങ്ങനെ ബിൽഡ് ചെയ്യുക, ഫാറ്റ് കൂടുതലാണ്, കോൺഫിഡൻസ് ഇല്ല. അതിന് ടൈം എടുക്കും. ആർക്കും ഇപ്പോൾ തുടങ്ങിയവരൊന്നും 1 മാസം കൊണ്ടൊന്നും ആരും സെറ്റ് ആവില്ല. നമ്മളൊക്കെ ബിൽഡ് ചെയ്ത് എനിക്കുള്ളത് നമ്മൾ പറഞ്ഞാൽ തന്നെ കുറച്ച് കാലങ്ങളായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ട് തന്നെ വന്നതാ. പെട്ടെന്ന് ഒന്നുമല്ലല്ലോ. ഇപ്പം എൻ്റെ പഴയ ഫോട്ടോസും ഇതൊക്കെ ഇട്ടാൽ തന്നെ ഞാൻ സ്കെൽറ്റായിട്ട് ആയിട്ടില്ലാത്ത ആളാണ്. ഇപ്പോൾ ഈ ബിഗിനേഴ്സിനോടൊക്കെ ഉള്ളതൊക്കെ എല്ലാവരും കുറേ കാലമായി പോകുന്നുണ്ട് ബ്രോ, റിസൾട്ട് ഇല്ല ബ്രോ. പിന്നെ എല്ലാവരും ഹോർമോൺ അതൊക്കെ മാറ്റാം, ഗ്രോത്ത് ഒക്കെ പല പോലെ എല്ലാവർക്കും. പിന്നെന്താ വെച്ചാല് നമ്മള് ഭയങ്കര എന്താ പറയാ എക്സ്പീരിയൻസ്ഡോ പെർഫെക്റ്റ് എല്ലാവരും. ഇപ്പൊ ഞാനാണെങ്കിലും ഈ ആണെങ്കിലും പെർഫെക്റ്റ് അല്ല, അത് റിയാലിറ്റി ആണ്. ഒരു കാര്യത്തിലും പെർഫെക്റ്റ് അല്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ അടുത്തുള്ള നോളജല്ല എൻ്റെ അടുത്തുള്ളത്, എൻ്റെ അടുത്തുള്ള നോളജല്ല എനിക്കുള്ളത്. പക്ഷെ ഇതൊക്കെ നമ്മൾ എൻ്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്താൽ എല്ലാവർക്കും നോളജ് കിട്ടുള്ളൂ. അതിന് നെറ്റ്വർക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ഇതുണ്ടാക്കിയില്ലേ സൂം മീറ്റിംഗ്, അതിന് ആ 2 ദിവസം കൊണ്ട് നമ്മള് കുറെ നെറ്റ്വർക്ക് ഉണ്ടാക്കി എന്തൊക്കെ പഠിച്ചു. പിന്നെ ഒരു ഇതുണ്ടല്ലോ, ഇപ്പം എനിക്കൊരു അഡ്വൈസ് എടുക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്കൊരു അഡ്വൈസ് തരാണ്. ഞാൻ എന്താണെന്ന് ഈ നോക്കിയിട്ട് ഇപ്പം ഞാൻ എൻ്റെ അടുത്തൊരു അഡ്വൈസ് വാങ്ങാം. പക്ഷെ എന്നെപ്പോലെ ഒരാളാവണമെന്നോ എൻ്റെ അടുത്തൊരു ക്വാളിറ്റി ആണെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് അഡ്വൈസ് എടുക്കരുതെന്നാ. അതെ, നമ്മളത് എപ്പോഴും നോക്കണം. അതായത് ഇപ്പോൾ ഞങ്ങൾക്ക് എക്സാമിന് ഇതുവരെ പാസ്സായിട്ടില്ല ഒരു ചങ്ങായി, പക്ഷെ ഞങ്ങൾക്ക് അഡ്വൈസ് തരുന്നുണ്ട്. അതാണ് അത് നമ്മൾ കേൾക്കാൻ പാടില്ല. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ കുത്തിരിക്കാണല്ലോ, സ്ക്രീൻ ടൈം ഒക്കെ ഇങ്ങനെ കൂടി വരികയാണല്ലോ. ഇപ്പം നമ്മൾ ഈ സോഷ്യൽ കണക്ഷൻസ്, അതേമാതിരി പുറത്തുനിന്ന് നാച്ചുറൽ ഡോപ്പമിൻ കിട്ടുന്ന ആക്ടിവിറ്റീസ്, സോഷ്യൽ ആക്ടിവിറ്റീസ് വേണം. കാരണം അതിൽ ഡിപ്രഷൻ വരും. പറഞ്ഞ പോലെ ഡെയിലി നെറ്റ്ഫ്ലിക്സും ഫിലിമും കണ്ടൊക്കെ സ്ക്രോൾ ചെയ്തിരുന്ന് നമുക്ക് സർക്കിളും കാര്യങ്ങളിലാണെങ്കിൽ ഡിപ്രഷൻ വരും. ഓഫ് കോഴ്സ് ഇപ്പോൾ ഒന്നും വേണ്ട, വർക്കൗട്ട് ഒന്നുമില്ലാത്ത ഒരാൾ, പക്ഷേ ആൾക്ക് നല്ല സോഷ്യൽ നെറ്റ്വർക്കും കാരണം അയാളുടെ ചോദിച്ചാൽ ചിലപ്പോൾ അയാളെ ഹാപ്പി കാരണം. കാരണം ആൾക്ക് നല്ല സോഷ്യൽ നല്ല സർക്കിളാണ്. നാട്ടിലൊക്കെ ഫുൾ ആൾക്കാർ ഫുൾ ഹാപ്പി, ഫുൾ ടൈം പുറത്ത്. ഇപ്പോൾ ആൾ ചിലപ്പോൾ ഹാപ്പി ആവും, ചിലപ്പോൾ വർക്കൗട്ടും കാര്യങ്ങളും ഉണ്ടാവില്ല. ഓരോരുത്തർ ഓരോ സൈഡിൽ ബാലൻസ് ചെയ്യാണ്ടാവും. ഈ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു നല്ലൊരു സർക്കിൾ ഇല്ലാന്നുണ്ടെങ്കിൽ ലൈഫ് മറ്റു പോക്കണം. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറയണേ. അപ്പൊ ഇത് ബാലൻസ് ചെയ്യാനാണ് നമ്മളൊരു സ്കില്ല് മനസ്സിലാക്കി വരുന്നു. ഞാൻ വർക്കൗട്ട് 3 ആയല്ലേ?
ഇനി ഫോറംസ് ചെയ്യാം. ബൈസെപ്സിന് ഒരു വർക്കൗട്ട് കൊണ്ട് കൊടുക്കണം. 2 അല്ലേ ഉള്ളൂ. വേണ്ടിട്ടോ വെയിറ്റ് ഒക്കെ എടുത്ത ചാളെ വീഡിയോ ഒക്കെ നല്ല നെഗറ്റീവ് കമന്റ്സ് വരും. എടുത്തോ പ്രശ്നമില്ല. വെയിറ്റ് എടുത്തോ. അല്ല പ്രശ്നമില്ല, അത് പ്രശ്നമില്ല, എടുത്തോ. ഇത് ഫുള്ള് നാച്ചുറൽ ആണ്, നാച്ചുറൽ ആയിരുന്നില്ല. ഇവിടെ വെയിറ്റ് ഒക്കെ ഇവിടെ ഏതെങ്കിലും വണ്ടി 10 10 മതി. 10 അവിടെ മേലെ മേലെ ഡബിളേ റെഡി. ഇത് കഴിഞ്ഞു കേട്ടോ. ഈ ക്വാളിറ്റിന്റെ കേസ് ഉണ്ടല്ലോ, അത് എൻ്റെ ഒപ്പം നടക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കുറെ പഠിച്ചത്. ക്വാളിറ്റിയോ? എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വാളിറ്റി? എല്ലാ ടൈപ്പിലും. ഇപ്പൊ അന്ന് കഫേലിരുന്നത് അങ്ങനൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതേപോലെ ഇപ്പൊ ഇങ്ങനത്തെ അടിപൊളി അറ്റ്മോസ്ഫിയറിൽ വന്ന് വർക്കൗട്ട് ചെയ്യല്, അതൊക്കെ നമ്മളെ എക്സ്പീരിയൻസ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേ അറിയണുള്ളൂ ഇവിടെ എന്തൊക്കെ ഉള്ളത് എന്നുള്ളത്. മറ്റേ നമ്മളിങ്ങനെ ആ ചെറിയ മൈൻഡിൽ ഇങ്ങനെ നിൽക്കണം. നമ്മള് ആക്ട് ലൈക്ക് ദ പേഴ്സൺ യു വാണ്ട് ടു ബിക്കം എന്നല്ലേ. 5 6 7 8 6 പോട്ടെ ഒന്നൂര് അടി. 4 come on easy. 5 6 come on easy. 7 8 9 10 7 8 You ഉണ്ടോ? വയസ്സുമ്പൈ 4 ആംസ്. ഇതെങ്ങനെ ചെയ്യല്? അതാ അവിടെ മെഷീൻ. ഇവിടെ ഉണ്ട് മെഷീൻ. അവിടെ അതല്ലേ ഇതാ. വെയിറ്റ് ഉണ്ടോ? ഓർക്കണോ? നോക്കട്ടെ. 8 പോകട്ടെ. ഇത് ചെയ്താണ്ടേ ഇങ്ങനെ ചെയ്തോണ്ടിരും. എന്താ ചെയ്യാൻ കഴിയാത്ത? ഈ മസിൽ കുറച്ച് വീക്കായി കയറും, മറ്റേ മാതിരിയല്ല. കുറച്ച് വെയിറ്റ് കിട്ടോ, നല്ല പോകും. അത് ഒന്നുകൂടി കിട്ടാ. ഇത് മാത്രം ആക്കാൻ പറ്റുമോ? പറ്റും. കൈ ഫുള്ള് പമ്പായി. അല്ല അവിടെ മറ്റേടത്ത് ഒറ്റക്ക് നിൽക്കുമ്പോൾ ബോറടിച്ചല്ലോ. എവിടെ? കോഴിക്കോട്. അവിടെയും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ചേട്ടാ. ഇപ്പൊ ഞാൻ ബോറടിക്കുക വെച്ചാൽ നമുക്ക് ചെയ്യാൻ കാര്യങ്ങളിൽ പ്രശ്നമില്ല. നമ്മള് ഇപ്പൊ പറഞ്ഞില്ലേ, പ്ലാൻഡ് ആണെങ്കിൽ കുഴപ്പമില്ല. ഈ സൈക്കിള് 4 hour നമ്മളെ പ്രശ്നം കുറേ കാലത്തിന്. ഇപ്പത്തെ ഒരു ടൈം എക്സാം ടൈം ആകുമ്പോൾ ലോക്ക്ഡൗൺ കയറാം, ഒന്നും ഉണ്ടാവില്ല. ഫ്രണ്ട്സും ഉണ്ടാവും. അല്ല അതൊരു എൻജോയബിൾ ആണ്. കാരണം നമുക്കവിടെ ഒരു ഗോൾ ഉണ്ട്. അപ്പൊ അതിനുള്ള സിസ്റ്റം ഉണ്ടാക്കി. ഗോൾ എന്താ? എക്സാം എഴുതണം. എക്സാം എഴുതാനുള്ള സിസ്റ്റം ഉണ്ടാക്കി. പക്ഷെ എക്സാം പാസ്സാവും ഫെയിൽ ആവുന്നുള്ള നമ്മളെ റിസൾട്ട്. പക്ഷെ നമ്മളുള്ള സിസ്റ്റം ഉണ്ടാക്കി ഫെയിൽ ആവലുണ്ട് എക്സാം എന്താ. അപ്പോൾ നമ്മൾ ലോക്കിൻ ചെയ്തിട്ട് പ്ലാൻ ചെയ്യും. ഇപ്പോൾ നാളെ എന്താ പഠിക്കണേ ഇന്ന് രാത്രി പ്ലാൻ ചെയ്യും. എന്നിട്ട് നാളെ എന്താണെന്നല്ല പഠിക്കേണ്ടത്. എക്സാം വരെയുള്ള പഠിക്കാനുള്ള ഓൾറെഡി ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും.
എന്നിട്ട് അത് നാളത്തെ മറ്റന്നാളത്തെ അപ്പൊ ഓൾറെഡി അത്യാവശ്യം ടൈം കഴിയുമ്പോ തന്നെ ഇരിക്കണം. ഈ ആൾക്കാരില്ലേ ഞാൻ ഇന്റർവ്യൂ ഒരു 2 മാസം ഇതേമാതിരി ലോക്കഡിന്. അങ്ങനെ ആകുമ്പോ ഞാൻ എന്റെ പ്ലാനില് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കും. അതിൽ ഉച്ചക്ക് ഫുഡ് കഴിക്കും. പിന്നെ ഞാൻ കുറച്ചു നേരം നമുക്കൊരു ഒറ്റക്കുള്ള ടൈം രസമാണ്. ഫാസ്റ്റിംഗ് നല്ല ഫോക്കസ് കിട്ടും. അതാണ് നമ്മള് ഈ ഗെയിംസ് കൂടി നോക്കുമ്പോ അതാണ് ഇല്ലാതെ കാർബ് കുറച്ചാൽ മതി. പഠിച്ച നേരത്തിൽ കാർബ് കുറച്ച ഫോക്കസ് കൂടും. ചോറൊന്നും കുറച്ചാൽ മതി അല്ലേ? അതെ, ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ക്ഷീണം വരാണ്ട്. ഈ മന്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ക്ഷീണം വരാണ്ട്. ഈ മന്തിയൊക്കെ പ്രശ്നം തരാം. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമ്മൾ കുറെ വെക്കും, നിർത്തൂല. അത് കഴിച്ചേണ്ട തോന്നുന്നത് ഇപ്പൊ കൊറേ ആയല്ലോ എന്നുള്ളത് മനസ്സിലാവില്ല. അതാണ് അതിന്റെ ഒരു ഇത്. അത് കുറച്ചാ 1 വർഷം ഇനി എന്നാ അങ്ങോട്ട് തിരിച്ചു പോണ്? ഇന്ന് പോണം. ഇന്ന് രാത്രി പ്ലാൻ ചെയ്തു. എങ്ങനെ പോലെ? ബസ്സിന്. അപ്പം ഈ നേരത്തെ ബസ് ഉണ്ട്. KSRTC എപ്പോഴും ഇല്ലേ? അതായത് അവിടെ സ്കൂട്ടർ ഉണ്ട്. ഇവിടുന്ന് വരുമ്പോഴും നമ്മള് ബസ്സിന് പോയി വരും. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഒക്കെ അവിടെ തന്നെ ഉണ്ടാവില്ലേ? എന്നിട്ട് 2 ദിവസം കാറിന് പോയതപ്പോ കാറിൽ കൊണ്ടുപോകും. എന്നിട്ട് കൊണ്ടുപോയി വെക്കും സാധനങ്ങളൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ പറഞ്ഞല്ലോ ഒറ്റക്ക് ഈ റുട്ടീൻ ചടപ്പാന്നുള്ളത്. അത് ചടപ്പാവും എപ്പോഴും അറിയോ? എക്സാമിൻ്റെ ഒരു 2-3 ദിവസം അടുക്കുമ്പോൾ ബോറായി തുടങ്ങും, മടുക്കൽ തുടങ്ങും. ഈ പറഞ്ഞ പോലെ ഇതന്നെ റുട്ടീന്. പഠിക്കുക, വർക്കൗട്ട് പഠിക്കുക, വേറെ ഒന്നുമില്ലല്ലോ. സോഷ്യൽ ലൈഫിലല്ലേ പറഞ്ഞ പോലെ. സോഷ്യൽ ലൈഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ഞാൻ നല്ല മനസ്സിലാക്കിയാണ്. ഇപ്പൊ അതാണ് പഠിച്ച ഗോള്. സോഷ്യൽ ലൈഫ് പറഞ്ഞാൽ ഓവർ ആവാൻ പാടില്ല. അപ്പൊ നമ്മൾ ഗോളിന് ഡൈവേർട്ടായി പോകും. ഞാനങ്ങനെ ഡൈവേർട്ടായി പോകണ്ടേ. ഇപ്പൊ ഞാൻ ചില ദിവസങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ വൈകുന്നേരം വർക്കൗട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ രാവിലെ എങ്ങോട്ടെങ്കിലും പോകും. രാവിലെ ചിലപ്പോൾ വൈകുന്നേരം എത്തൂല, വർക്കൗട്ട് മിസ്സായി. ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയാലും ഇപ്പൊ നല്ല സിസ്റ്റം പറയണേ. നമുക്ക് എല്ലാ ദിവസവും 4 മണിക്കൂർ നല്ല നമ്മൾ വിചാരിച്ച വർക്ക് ചെയ്യാനുള്ള ഡീപ്പ് വർക്ക് 4 മണിക്കൂറേ പോവുള്ളൂ. അതിന് മേലെ ഡീപ്പ് വർക്ക് ആയിട്ടില്ല. അതായത് 4 പേർക്ക് ഡീപ്പ് വർക്ക് വരും. 12 മണിക്കൂർ ഡിസ്ട്രാക്റ്റീവ് വർക്ക് വേണ റിസൾട്ട് 4 പേർക്ക് ഡീപ്പ് വർക്ക് ചെയ്യണവർക്കാ. എന്നും അത്ര ഒരു ബ്ലോക്ക് വർക്കിനും ബാക്കി നമുക്ക് സോഷ്യൽ ലൈഫിനൊക്കെ ഉണ്ടാക്കി വെച്ചാൽ തന്നെ നമുക്ക് നല്ല പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റും. മൂന്നെണ്ണായോ? ഇതിപ്പോ എങ്ങനെയാ അറിയോ ചെയ്തോക്കെ? ഇതിപ്പോ ബാർ മാത്രം അത്യാവശ്യം ഉണ്ടല്ലോ. അതാണ് ഇവിടെ ഓടി ഫുള്ള് ഇങ്ങനെ ഓടി കുട്ടികളോട്. ഇത് ബാക്കൊക്കെ വരുത്, ഇത് മാത്രം ഇങ്ങനെ നേരെ മേലേക്ക് വരാം. ഇത് പോയരുത്, ഇങ്ങനെ പോയരുത് ബാക്ക്. അവിടെ കറക്റ്റ് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് മാത്രം ആക്ഷൻ വരാൻ പാടില്ല. ഇതിവിടെ ഹോൾഡാണ്. കിട്ടണില്ലേ? ഡിസ്ക്ലെയിമറിന് വരേണ്ടി വരും. ഞങ്ങൾ ചെയ്യുന്ന ഫോമൊക്കെ ചിലപ്പോൾ തെറ്റായിരിക്കാം. ആരും ഇതിൻ്റെ ഒരു നെഗറ്റീവ് പറയുന്നവർക്ക് പറയാം. ഞങ്ങള് ഇതിന്റെ മെയിൻ ഗോൾ ജസ്റ്റ് വ്ളോഗ് എടുക്കാന്നുള്ളതിനോ നമ്മൾ എടുത്തു. നമ്മളൊരു ഇൻഫ്ലുവൻസർ ലൈഫ്. അതെങ്ങനെ ടേൺ ഔട്ട് എന്നുള്ളത് നമ്മൾ വീഡിയോ കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാനല്ലേ അറിയുള്ളൂ. അത് എത്ര ടേൺ ഔട്ട് ആയി എന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് എടുത്തേ മനസ്സിലാവും. ഇനി എങ്ങനെയാണ് എടുക്കേണ്ടത് നമുക്ക് മനസ്സിലാവും. ഇതിലുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ ലാസ്റ്റ് ലക്ഷം ലൈവ് വെച്ചപ്പോൾ നമ്മൾക്ക് മനസ്സിലായില്ലേ. നമുക്ക് അടുത്ത് വെക്കുമ്പോൾ അറിയാം എന്തൊക്കെയാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. വിത്തിൻ ഫ്യൂ ഡേയ്സ് അടുത്ത ലൈവ് സെഷനായിട്ട് വരുന്നതാണ്. പക്ഷെ അന്ന് ഞങ്ങൾ ടൈമിംഗ് ഒക്കെ നല്ല തെറ്റിക്കണം അല്ലേ. കാരണം നാളെ രാവിലെ 10 മണിക്കുള്ള ക്ലാസ്സിന്റെ അപ്ഡേറ്റ്സ് ഇന്ന് വൈകുന്നേരം 7-8 മണിക്ക് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം അല്ലേ. അത് കുറച്ച് മണിക്കൂർ ഇട്ടുള്ളൂ. പക്ഷെ അതിന് 6000 ആൾ കണ്ടുകണേ.
പക്ഷെ അതൊരു ഇതാണ്, അത് നമ്മളൊരു വർക്കിന്റെ ഡെഡ് ലൈന് എത്ര കൊടുക്കുന്നത് അതിനനുസരിച്ചൊക്കെ നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഒരാഴ്ചക്ക് നീട്ടി കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ 2 ദിവസം ആയിട്ട് നമ്മൾ അത്രയും നമ്മള് നാളെ വരായിരുന്നു, നാളെ എടുത്തു, മറ്റന്നാളെ വീഡിയോ ചെയ്യായിരുന്നു, ചെയ്തു സാധനം ചെയ്തു. കൊറേ പ്ലാനിങ് ഒന്നും എഴുതിയില്ല, അതായത് ഒന്നുമില്ല. പറഞ്ഞിനു നമുക്ക് സ്ലൈഡ്സ് ഒക്കെ ഉണ്ടാക്കണമെന്ന്, സ്ലൈഡ്സ് ഒന്നും ഉണ്ടാക്കിയില്ല. ജസ്റ്റ് എടുത്തു. ക്ലാസ് 10 മണിക്കാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ 9 മണിക്കാണ് സൂം എങ്ങനെ സെറ്റ് ചെയ്യണത് നമ്മൾ ചെയ്തത്. എന്നിട്ട് സൂം തുടങ്ങിയിട്ട് എന്താ ഉണ്ടായത്, ഇതായി പേര് മാറ്റാൻ മറന്നു, വേറെ എന്തോ പേരേനു. എന്നിട്ട് പിന്നെ അതിൽ വന്നവരൊക്കെ എക്സിറ്റ് അടിച്ചു. എന്നിട്ട് കുറെ ആൾക്കാർ അതിൽ വന്ന് നിന്നു. എന്നിട്ട് അവർക്ക് പിന്നെ നമ്മള് സ്റ്റോറി ഇട്ടു, വന്നവർക്കൊക്കെ സെക്കൻഡ് ലിങ്ക് അയച്ചു പറഞ്ഞിട്ട് നിന്നു. അപ്പൊ സൂം 40 മിനിറ്റ് എങ്ങാനുള്ളൂ. എന്നിട്ട് ഗൂഗിൾ മീറ്റ് കയറാൻ പറഞ്ഞു. എക്സ്പോസർ സ്റ്റാർട്ടിങ് എല്ലാം ട്രബിൾ ചെയ്ത് നമ്മള് പഠിക്കുന്നു. അപ്പൊ പിന്നെ നമ്മള് ഫീഡ്ബാക്ക് വെച്ചപ്പോ ഓരോനെ പറഞ്ഞേ, എൻ്റെ ഒരു ഫ്രണ്ട് കയറിനു, അവൻ പറഞ്ഞേ ഫസ്റ്റ് നമ്മള് ഒരു ഇതുണ്ടായിരുന്നു, പിന്നെ ട്രാക്കിലായിന്ന് പറഞ്ഞു. പിന്നെ നമുക്കൊരു ഫ്ലോ വരൽ തുടങ്ങി, എങ്ങനെ പറയണ്ടി സംസാരിക്കണ്ടേന്ന് നമുക്കൊരു കോൺഫിഡൻസ് ആയി. എന്താ കഴിക്കുക? ഷവായൊക്കെ അൽഫാം കഴിക്കാം. ഷവായിൽ അത്യാവശ്യം ഓയിലുണ്ടാവും. ഓയിൽ വരും ഷവായിൽ. അൽഫാം ഓയിലില്ലാതെ എടുക്കാനാലും എടുക്കും. എങ്ങനെ ഒഴിവാക്കാൻ നോക്കിയാലും എങ്ങനെയും കയറുന്ന സാധനമാണ് ഓയില്. വീട്ടിലാവുമ്പോ എങ്ങനെയാലും ഓയിൽ കയറും. വെളിച്ചെണ്ണ കുഴപ്പമില്ല, മറ്റേ സീനാണ്. ഏതാ സീന്? പാം ഓയില്. വെളിച്ചെണ്ണന്റെ എങ്ങനെ? നല്ല പ്രശ്നമില്ല, ഗുഡ് ഫാറ്റാ. എന്നാലും ഒരു മടിയാ വെളിച്ചെണ്ണ. ശരി, എണ്ണല്ലേ വെച്ചിട്ട് നമ്മള് ഫേസിനും പ്രശ്നമില്ല. ഞാൻ വെളിച്ചെണ്ണ ഉണ്ട് എൻ്റെ അതിലവിടെ റൂമില്, പക്ഷെ വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണ. പക്ഷെ എപ്പോഴും ബട്ടറിൽ ഇട്ടാണ് ഉണ്ടാക്കല്. ബട്ടർ നല്ലതല്ലേ? ബട്ടറിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ടേസ്റ്റ് ഉണ്ടാവും. വെളിച്ചെണ്ണ മറ്റേത് സീഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും നമുക്ക് കൊറേ സൺഫ്ലവർ തിന്നാലേ അത്രയും ഓയിൽ കിട്ടുള്ളൂ. അത് നമ്മൾ ശരിക്കും അത്രയും പാടില്ല. പല പ്രശ്നങ്ങൾ, മറ്റേ ഡയബറ്റീസിനൊക്കെ ഭയങ്കര. ഈ സീഡ്സിനെ കുറിച്ച് എന്താ പറയാ? പംകിന്, ചിയ സീഡ്സ് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം പ്രശ്നമുണ്ട്. സീഡ് കറക്റ്റും അറിയില്ല. സീഡ് ഓയിലുകൾ അതിനല്ല സീഡ് ഓയിലുകൾ അതിനല്ല ഉണ്ടാക്കണേ. പക്ഷെ ഓയിലൊക്കെ പ്രോസസ് ചെയ്ത് തന്നെ സാധനല്ലേ, പല കെമിക്കൽസ് വെച്ചിട്ട്. സീഡ് തന്നെ നാച്ചുറൽ സാധനല്ലേ എന്റെ ആണ്. പക്ഷെ ഒരു ചെടിയും അതിന്റെ കുട്ടികളെ തിന്നാൻ ആഗ്രഹിക്കൂലല്ലോ. അറിയില്ല കേട്ടോ, കറക്റ്റ് പഠിച്ചാലേ അറിയൂ. പക്ഷെ ഞാൻ കണ്ടിടത്തോളം സീഡ്സിന് എല്ലാരും പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ. ചിയ സീഡ് ഒക്കെ ഭയങ്കര പ്രൊമോഷനാ. ചിയ സീഡ്സ്, പംകിന്. പിന്നെ ഫസ്റ്റ് ലെയർ നമ്മൾ ഇറങ്ങുമ്പോഴേ, നമ്മൾ ആദ്യമായിട്ട് ഇറങ്ങുമ്പോ നമ്മൾ കാണുന്ന മെയിൻ സാധനങ്ങൾ ഇതൊക്കെ, ചിയ സീഡ്സ്, ഇങ്ങനത്തത്, ഓട്സ്. അങ്ങനെ പിന്നെ ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആണ്. ഇപ്പൊ ഒരാൾക്കാരും കൊക്കക്കോള കുടിക്കരുത് അറിയും, പിറ്റേ ഒരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ അറിയും ഡയറ്റ് കോക്ക് കുടിക്കാം, നമുക്ക് ഒരു ദിവസം ഒരു ഡയറ്റ് കോക്ക് കുടിക്കാം, പ്രശ്നമില്ല. ചിലർ അതിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആണ്, അത് ക്യാൻസറിന് ബാധിക്കും. ചിലർ അറിയും 0 കാലറി ആണ്. ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയനാ. എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ഇത് കഴിഞ്ഞില്ലേ? 3 കഴിഞ്ഞു. വൈൻഡ് ഡൗൺ. പമ്പാട്ടോ വൈസൽസ്. ഇതാ വേണ്ടി ഇങ്ങനെ ടീഷർട്ട് ഇടുമ്പോ കേൾക്കാം. മീറ്റ് ഇട്ടോ. ആ അൽഫാമല്ലേ? അറബിക്ക് എന്ത് ഫ്ലേവറാ? ഓണിയൻ ഫ്ലേവർ. ഇത് സാധാ കേടോ? ആ തൈര് അങ്ങനത്തെ ഒരു മസാല ഉണ്ടാവും. സാധാ ആ 3 പീസ്. ചെസ്റ്റ് പീസ് ആണെങ്കിൽ മാക്സിമം ചെസ്റ്റ് പീസ് എടുക്കാൻ നോക്കാം. ആ ഓക്കെ. പിന്നെ സാലഡ് ഒന്നല്ലോ, കാർബോഹൈഡ്രേറ്റ് ആയിട്ട് ഓപ്ഷൻ. ഏതൊക്കെ റൊട്ടീസ്? ബട്ടർ നാന് കാപ്സെറ്റ് ഇല്ലേ? എന്നാ ബട്ടർ നാൻ എടുക്കാം.
ഒരാൾക്ക് ഒന്നരി, അത് 2 പീസായിട്ട് വരിക. കളറ് നിറയെ തരാം. ഒരു 5 എടുത്തോളൂ. ബട്ടർ തരാം. ബട്ടറിന് 1 തന്നെ ഉണ്ടാവും, വലുതേ തരാം. 1 ഹാഫായിട്ട് തരിക, ഐ മീൻ 2 പീസായിട്ട് തരിക. 1 കുറച്ചുകൂടി സെറ്റപ്പ് ആയിട്ട് തന്നെ ഫുള്ള് ബീഫ് റിബ്സും സ്റ്റീക്ക് അതൊക്കെ സ്റ്റേക്ക് കിട്ടും. ഇവിടെ വേറെ കഫ ഉണ്ട്, നമ്മളൊന്നും സെറ്റായിട്ട് നമ്മൾ അങ്ങോട്ടാ സ്പോട്ടാക്കാം. നമ്മൾ നേരെ ഒന്നില്ലേ, അവിടെ കോഫി ക്രീം പറഞ്ഞ കഫ ഉണ്ട്, നല്ല അടിപൊളി സ്റ്റേക്ക് കിട്ടും, ബ്രിസ്ക്കറ്റ് കിട്ടും ചില ദിവസങ്ങളിവിടെ. ബ്രിസ്ക്കറ്റ് ഹൈ പ്രോട്ടീൻ ആണ്. ഞാൻ ആദ്യം ഇവിടെയാണ് ജിമ്മ്, കോട്ടപ്പള്ളി ജിമ്മിൽ ജിം വേൾഡ് പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട്, പിന്നെ അതിൻ്റെ പിന്നെ മൈൽത്തേക്ക് മാറി. മൊത്തത്തിലാണ് എൻവയോൺമെൻറ്റേ മാറി. അപ്പോൾ നല്ല ക്വാളിറ്റി ആൾക്കാരെ കിട്ടി. അങ്ങനെ പ്രശ്നമുണ്ട്. നമ്മൾ ഹൈ ക്വാളിറ്റി ജിമ്മാണെങ്കിൽ അവിടുത്തെ കേസ് വേറെ രസമാണ്, വൈബിൾ ആൾക്കാരെ കിട്ടും. ഡിസിപ്ലിൻ ഒന്നും ഉണ്ടാവില്ല, ഡമ്പലും ഇതൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും. ഇവിടെ മൈലത്തിലുണ്ട് കോമഡി ആൾക്കാർ, പക്ഷേ കുറച്ച് അതിനുള്ളിൽ ക്വാളിറ്റിയുള്ള ആൾക്കാർ കിട്ടും. ഇവിടെ മൈലാറ് ക്വാളിറ്റിയുള്ള ആൾക്കാരുണ്ട്. ഇവിടെ കുറേ ആൾ അടിപൊളി ആൾക്കാരാണ്. ഇപ്പോൾ ട്രെയിനേഴ്സിനെ നോക്കിയാൽ മതി, അവിടുത്തെ ട്രൂ ഡിസിപ്ലിനാണ്. അവര് ബോഡിയൊക്കെ കണ്ടില്ലേ. ഒരു ഫിറ്റ്നസ് സ്റ്റുഡിയോ ബിൽഡ് ചെയ്താലോ കുറച്ച് എനിക്ക്, നല്ലൊരു ഫിറ്റ്നസ് സ്റ്റുഡിയോ. എനിക്ക് ഫിസിക്കലി ഉള്ള പരിപാടിനാണ് എനിക്ക് ഡിജിറ്റൽ ആക്കാൻ താല്പര്യം. അല്ല, ഫിറ്റ്നസ് സ്റ്റുഡിയോ കുറച്ച് കഴിഞ്ഞിട്ട് പാഷൻ്റെ കുറച്ച് മണി മേക്കിങ് കഴിഞ്ഞ് നമുക്കൊരു പാഷൻ കുറച്ച് അങ്ങനെയൊക്കെ അത് ഉദ്ദേശിച്ചു. ബട്ടറാണ്ടോ കുറേ അല്ലേ ജയിക്കില്ലേ. എന്ത് ചെയ്യണമെങ്കിൽ നമുക്ക് സമാധാനം നമുക്ക് കിട്ടണ്ടേ. ഐ മീൻ മെയിൻ ഗോൾ അതാവണം, ഒരു പീസ്ഫുൾ ആയിട്ടൊരു ലൈഫ്. അതിനാണ് ഈ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ. 20s ഇടുക, 30s എൻജോയ് ചെയ്യുക. 20s ഇട്ടാല് 30s നമുക്ക് മതിയാക്കി. ട്രിപ്പ് പോലുണ്ടെങ്കിൽ ട്രിപ്പൊക്കെ കുറവാ. ഇങ്ങനെ പോകണമൊക്കെ കുറേ പ്ലാൻ വരും. ലാസ്റ്റ് പോകില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു ഊട്ടിക്ക്, ഞാനും ഷാജിന് നസീമൊക്കെ. അതൊക്കെ അടിപൊളിയാണ്. അത് ഭയങ്കര നമുക്ക് റിഫ്രഷിങ്ങാണ്. അങ്ങനത്തെ എല്ലാത്തിനും ഡിസ്കണക്റ്റ് ആവും. നമ്മൾ ഫുൾ ടൈം വർത്താനും ഫോണൊന്നും കളി ഉണ്ടാവില്ലല്ലോ. 5 ആളാണെങ്കിലോ ആരെങ്കിലും ഒരാളേക്കാർ നമ്മളെ ഇത് ടാർഗറ്റ്, ആളങ്ങനെ തിന്നും, പിന്നെ ആൾ മാറും, ഉൾട്ടാവും. ചിലപ്പോൾ ഞാൻ ഇന്നെ നോക്കിയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മറ്റാളാവും. അങ്ങനെ മാറി കളിക്കും. നല്ല വർക്കൗട്ടും കഴിഞ്ഞാൽ നല്ല ഫുഡും കഴിച്ചൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. ഈ കൊമ്പൂച്ച് കുടിച്ചോ, ട്രൈ ചെയ്യണം. കൊമ്പൂച്ചൊരു നാച്ചുറലി ഫെർമെൻറ്റഡ് ഡ്രിങ്കാണ്. അതായത് തരിപ്പുണ്ടാവും, കാർബണേറ്റഡ് അല്ല തരിപ്പുണ്ടാവും. കുറേ ഫ്രൂട്ട്സും കിട്ടാനുള്ള അതായത് ഈ കുപ്പി കണ്ടില്ലേ, മറ്റേ സോഡൻ്റെ പോലത്തെ കുപ്പിയിൽ, അത് എന്താ ഇതില്ലേ ടീ ലീവ്സ്, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇത് ഫെർമെൻറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് തരിപ്പാവും. അങ്ങനെയുള്ളത് നാച്ചുറലി കാർബണേറ്റഡ് ആണ് ഡ്രിങ്ക. ഗട്ട് ഹെൽത്തിന് നല്ല പ്രോബയോട്ടിക് ഡ്രിങ്കാ. ഇതൊന്ന് കഴിച്ചു നോക്കാം. ഒന്നെടുത്താൽ മതി, ഒന്നിന് തന്നെ പൈസ ഉണ്ട്. വലിയൊരു പ്രശ്നമായത് ഫുഡ് ഇഷ്ടമുള്ള കഴിക്കുക. അതെ, അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാം. അല്ല പലരും എക്സ്പെൻസും ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റി പലതാ. അതിനനുസരിച്ച് ആൾക്കാർ പ്ലാൻ ചെയ്യണം. ഓരോരുത്തർ മൈൻഡ് സെറ്റ് ഓരോപോലെ പോലും. ചിലർ ഒരുക്കി അതുപോലെ മൈൻഡ് സെറ്റ്, പ്രസന്റ് മൈൻഡ് സെറ്റ്. അതൊക്കെ അങ്ങനല്ല. അല്ല ഞാനങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനിപ്പോ നമ്മള് വെറുതെ സാക്രിഫൈസ് ചെയ്യണം. എക്സ്പീരിയൻസ് ഉള്ളതല്ലേ നമുക്ക് തന്നെ. അതായത് അത് വാങ്ങി കഴിക്കണവരുണ്ട്, മറ്റേ ഇപ്പോൾ ഡ്രസ്സാണ് വാങ്ങണവരുണ്ട്. ഓരോ വാങ്ങേണ്ടി എന്തുകൊണ്ട് നമുക്ക് വാങ്ങിക്കൂടാ? അത് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയാൽ മതി. വെൽത്തും കാര്യങ്ങളും ഈ വെൽത്ത് ഉണ്ടാക്കിയവർ ഓരെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ ഓരോ ഹിസ്റ്ററി നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മളൊന്നാണ് ഇമാൻ ഗാജി മില്യണറാ, മോനെ എവിടെ നിന്ന് വന്ന് നോക്കാം. അവൻ്റെ യൂട്യൂബിൽ ഏറ്റവും ലാസ്റ്റ് വീഡിയോ പോയി നോക്കിയാൽ മതി. ഏറ്റവും ലാസ്റ്റ് വീഡിയോ സ്ക്രോൾ ചെയ്ത് പോവാം. എന്നിട്ട് പറഞ്ഞു എന്നോട്
മനസ്സിലായി മോൻ്റെ ഗ്രോത്ത് ഓടുന്നത്. എക്സ്ക്യൂസ് മീ, കൊമ്പൂച്ച പറയണോ? ഒന്ന് പറഞ്ഞോ. ഒന്നു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ സാധനം. ഒരു ഫെർമെൻറ്റ് നാച്ചുറലി ഫെർമെൻ്റ് ആയ എന്താ അവസ്ഥ അങ്ങനെ ഒരു പുളിയൊക്കെ ഉണ്ടാവും. അതരിപ്പും പുളിയൊക്കെ ഉണ്ടാവും. ഈ കൊമ്പൂച്ച കേട്ടില്ല, കൊമ്പൂച്ച കേട്ടില്ല. എക്സ്ക്യൂസ് കൊമ്പൂച്ച ഏതാ ഫ്ലേവറുള്ളത്? കൊമ്പൂച്ച ചില്ലി പൈനാപ്പിൾ ഉണ്ട്, എൽഫാസ് മാംഗോ ഉണ്ട്, സാഫ്രോൺ മാംഗോ ഉണ്ട്, ബെറി മിക്സ് ഉണ്ട്, ലിച്ചി ഉണ്ട്, അതിൻ്റെ ഒറിജിനൽ ഫ്ലേവർ ഉണ്ട്, പാഷൻ ബ്ലോസം ഉണ്ട്. അൽഫോൺസ് മാംഗോ ഒരു അൽഫോൺസ് മാംഗോ. കഴിഞ്ഞ വ്ളോഗിലൊന്നും ഞാൻ ഒന്നും പറയണില്ല, ഒക്കെ മൂപ്പര പറയല്. ഇത് കുറച്ച് മെച്ചപ്പെട്ടിരുന്നു, അടുത്ത് കുറച്ചുകൂടി റെഡി എഡിറ്റ് ചെയ്തിട്ട് അയക്കട്ടോ, നോക്കണം. വിളിച്ചോ എന്തൊക്കെയാ നോക്കിയാൽ മതി. എന്തേ അപ്പോൾ ഓയ ഗ്യാസൊക്കെ ഇന്ന് ഒക്കെ ബാത്റൂമിൽ പോയിക്കോളും, സെറ്റാവും. ഇവിടെ അതൊക്കെ ഉണ്ടല്ലോ അവർക്ക് ബൂസ്റ്റ് പോസ്റ്റ് റിക്കവറി, ഗട്ട് ഫ്രണ്ട്ലി, റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ്. ഈ കാർബണേറ്റ് ഡ്രിങ്ക് ഒക്കെ നിർത്തിയാലേ? ഞാനോ ഷുഗർ ഉള്ളത് ഡയറ്റ് കോക്ക് കുടിക്കും ഞാൻ. നാരങ്ങ സോഡ കുടിച്ചു. നാരങ്ങ സോഡ ഒക്കെ പ്രശ്നമില്ല, അങ്ങനത്തെ അത് ഞാനും വലിയ പ്രശ്നമാക്കില്ല. കാർബണേറ്റഡ് അതല്ലല്ലോ നമ്മള് പ്രശ്നം, അതിലുള്ള ഷുഗറും അതൊക്കെയാണ്. കാർബണേറ്റഡ് ഓവറായ പ്രശ്നമാണ്, പക്ഷെ നാരങ്ങ സോഡ ഒക്കെ ഇടയ്ക്ക് നോക്കാറുണ്ട്. അത് നല്ല സ്മൂത്തായി ഡൈജസ്റ്റ് ആവും. ഫുള്ളാക്കിയോ?